KRCC-BC വിദ്യാഭ്യാസ കമ്മീഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന ലീഡർഷിപ്പ് ട്രെയിനിങ് ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് പ്രോഗ്രാം 13ാം സെഷനിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. നേതാക്കന്മാർ ജനിക്കുന്നതല്ല, മറിച്ച് പരിശീലനത്തിലൂടെയും പ്രയത്നത്തിലൂടെയും വാർക്കപ്പെടുന്നവരാണ്. ആ മാറ്റത്തിന് നമ്മൾ പരിശീലനം നൽകാൻ എത്തിയിട്ടുള്ള ഗ്രഹരേച്ചൻ, സിസ്റ്റേഴ്സ്, സമുദായ നേതാക്കൾ, ആത്മായ പ്രതിനിധികൾ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചെറിയ ചുവടുവയ്പ്പാണിത്. നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതുവരെ നമ്മൾ ഒരുമിച്ച് ഉണ്ടാവണം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നതിലേക്കായി ഗ്രൂപ്പ് 1 ശ്രീമതി ജിഷ റോസ് ജോസഫിനെ സ്നേഹപൂർവ്വം പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. താങ്ക് യു ലളിത ചേച്ചി. പ്രിയമുള്ളവരെ, ഇന്നത്തെ സെഷനിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയം നമുക്ക് നമ്മുടെ ബാഹ്യ നേത്രങ്ങളെ മെല്ലെ അടച്ച് ഉൾക്കണ്ണുകളെ തുറന്ന് നമ്മുടെ സ്വർഗീയ പിതാവിന്റെ തേജോമയമായ മുഖത്തേക്ക് ഒന്ന് നോക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ റവറൻ ഡോക്ടർ ഗ്രിഗറി ആർബി അച്ഛനെയും ഈ സെഷനിൽ പങ്കെടുക്കുന്ന നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് അപ്പനോട് പ്രാർത്ഥിക്കാം. ഇവിടെ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയായി മനസ്സിലാക്കുവാനും സമുദായ വളർച്ചയ്ക്കുമായി അത് ഉപയോഗിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ നമ്മെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് അപ്പനോട് യാചിക്കാം. ചൂട് പിടിപ്പിക്കുന്ന, തണുത്ത ഹൃദയങ്ങളെ ചൂട് പിടിപ്പിക്കുന്നവനായ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഇവിടെ ആയിരിക്കുവാൻ തീക്ഷ്ണമായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നത് ഞങ്ങൾ രക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, അപ്പോസ്തലന്മാരെ അമ്മ ചേർത്ത് പിടിച്ചതുപോലെ പലപ്പോഴും ഞങ്ങളുടെ ആത്മവിശ്വാസക്കുറവിനാലോ അല്ലെങ്കിൽ ഞങ്ങളുടെ അറിവ് കുറവിനാലോ പലപ്പോഴും ഞങ്ങൾ ഭയഭീതരായി പോകാറുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ഉഴലാറുണ്ട്. അമ്മേ, ആ സമയമെല്ലാം അമ്മ ഞങ്ങൾക്കൊപ്പമായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചൊല്ലാം, ഒരുമിച്ച് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളാകുന്നു, അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഹൃദയം നിറഞ്ഞ ഈ പ്രാർത്ഥന ഈ പരിശീലന പരിപാടിയുടെ തുടക്കം മുതൽ അവസാനം വരെ ഊർജം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി ദിശ. അടുത്തതായി ഔദ്യോഗികമായി ഈ വേദിയിലേക്ക് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീമതി തെൽമ പെരേരയെ ക്ഷണിക്കുന്നു. ഗ്രൂപ്പ് 10 തെൽമ പെരേര. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഗ്രിഗറി അച്ഛന്റെ ഒരുപാട് വർഷത്തെ അനുഭവവും പരിചയ സമ്പത്തും ഞങ്ങളെ ഈ പ്രസംഗ പരിശീലന കളരിയിൽ സഹായിച്ചിട്ടുണ്ട്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് തന്നെ ഈ അവസാന സെഷൻ ഞങ്ങളെ നയിക്കാനായി കടന്നു വന്നതിന് ഏറ്റവും സ്നേഹത്തോടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇങ്ങനെ ഒരു ആശയത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിട്ടുള്ളത് നമ്മുടെ ജെയ്സൺ ആദംപള്ളി സാറാണ്. അപ്പോൾ സാറിന് ഈ ഒരു കാര്യം കേരളം മുഴുവനുമുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് അത് പല പല ഗ്രൂപ്പുകളാക്കി ക്രമീകരിക്കാൻ ഒക്കുകയും ഒത്തിരി പേർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതിന് ചുക്കാൻ പിടിച്ച ജെയ്സൺ ആദംപള്ളി സാറിനും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതിന്റെ മറ്റെല്ലാ ഭാരവാഹികൾക്കും മറ്റെല്ലാവർക്കും ആനിമേറ്റേഴ്സ്മാരായ സിസ്റ്റേഴ്സ്, അച്ഛന്മാർക്കും എല്ലാ ആത്മായ
അൽമായവർക്കും അൽമായ സഹോദരങ്ങൾക്കും സ്വാഗതം ആശംസിക്കുന്നു. ഈ പ്രസംഗ പരിശീലന കളരിയിലൂടെ നമ്മുടെ പ്രസംഗകരായി മാറിക്കൊണ്ടിരിക്കുന്ന എന്റെ എല്ലാ പ്രിയ കൂട്ടുകാരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നന്ദി. മൈക്ക് മ്യൂട്ടാണ്. ലളിത ചേച്ചി മൈക്ക് മ്യൂട്ടാണ്. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത സെൽമ പെരേരയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. നമുക്ക് ലഭിച്ച ഈ ദൈവാനുഗ്രഹത്തെ ആശ്രയിച്ചുകൊണ്ട് പരിശീലന പരിപാടിയിലേക്ക് പ്രവേശിക്കാം. വിദ്യാഭ്യാസ വളർച്ചയിലൂടെ മാത്രമേ സാമുദായിക വളർച്ച ഉണ്ടാവുകയുള്ളൂ എന്ന ആഴത്തിലുള്ള അറിവ് നമുക്ക് പകർന്നു നൽകി എങ്ങനെയാണ് ഭയം മാറി ലീഡർമാരെ വാർത്തെടുക്കുന്നത് എന്ന് പരിശീലനം നൽകുന്നതിന് വേണ്ടി 25 വർഷത്തെ അധ്യാപന പരിചയമുള്ള റവറൻഡ് ഫാദർ ഗ്രെഗറി അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഈ പരിശീലന പരിപാടി ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ഏവരും എല്ലാം പേരും ക്ഷണിക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, വീണ്ടും ഒരു സെഷനിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ 12 സെഷനുകളായിട്ട് പ്രധാനമായിട്ടും പ്രസംഗ പരിശീലനം എന്നുള്ളതാണ് നേതൃത്വത്തിലേക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വേണ്ടതെന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഊന്നൽ നൽകി പഠിച്ചു പോന്നിരുന്നത്. കഴിഞ്ഞ 2 സെഷനുകളിലായിട്ട് അതിൻ്റെ ഒരു ലക്ഷ്യം നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്ക് കടന്നു വരികയുണ്ടായി. അത് നമ്മൾ പ്രധാനമായിട്ട് നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് നേതൃത്വം, എന്താണ് നേതൃത്വം, പ്രത്യേകിച്ച് ക്രൈസ്തവ നേതൃത്വം, അതിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കണം നമ്മൾ നേതൃത്വത്തെ വളർത്തിയെടുക്കേണ്ടതെന്നും അതിനു വേണ്ടിയുള്ള ടെസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് അടുത്ത വെള്ളിയാഴ്ചയാണ് അവസാനത്തെ ക്ലാസ്. അടുത്ത ആഴ്ച നമ്മുടെ ഒരു കൺക്ലൂഡിംഗ് സെഷൻ ആയിരിക്കും. അപ്പം അടുത്ത ആഴ്ചയോടുകൂടി നമ്മുടെ ഈ ഒരു പഠന കളരി അവസാനിക്കും. പിന്നെ നമ്മൾ 26-ാം തീയതി നമ്മുടെ കൺക്ലൂഡിംഗ് ആയിട്ടുള്ള വലിയൊരു സെറമണിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അപ്പൊ ഇന്ന് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ഞാൻ ഊന്നൽ നൽകി പറയേണ്ടത്. ഒന്നാമത്തെ എൻ്റെ ചില ചിന്തകളാണ്. നമ്മുടെ ഈ നേതൃത്വം വളർത്താൻ വേണ്ടി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നതിനെ കുറിച്ചുള്ള ചില ചിന്തകൾ ഞാൻ ആദ്യം പറയും. രണ്ടാമത്, പ്രശസ്തനായ ഒരു എഴുത്തുകാരനുണ്ട്, ഈ പുസ്തകം നിങ്ങൾ എല്ലാവരും മേടിക്കണം. സ്റ്റീഫൻ കോവി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ 7 ഹാബിറ്റ്സ് ഓഫ് എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അപ്പൊ അതിലെ 7 സ്വഭാവങ്ങൾ എന്താണെന്ന് ഞാനൊന്ന് ചുരുക്കമായിട്ട് വിശദീകരിക്കും. ആ ഒരു 7 സ്വഭാവങ്ങൾ അല്ലെങ്കിൽ 7 പെരുമാറ്റ രീതികൾ നിങ്ങൾക്ക് പലർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. എന്നിരുന്നാലും അത് അല്പം കൂടെ ഒരു കോൺടെക്സ്റ്റലൈസ് ചെയ്ത് പറയാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുകയാണ്. 2 ഘടകങ്ങളായിട്ടാണ് ഇന്നത്തെ സെഷൻ പോകുന്നത്. ആദ്യമായിട്ട് പ്രധാനമായിട്ടും നേതൃത്വത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അറിയുക എന്നുള്ളതാണ്. ഞാൻ ചില ആകളാണ് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ നമുക്ക് ഒരു ലീഡർഷിപ്പിലായിരിക്കുമ്പോൾ നമ്മോടൊപ്പമുള്ള കുറെ സുഹൃത്തുക്കളും നമ്മുടെ അജഗണങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല, എന്നിരുന്നാലും നമുക്ക് നൽകപ്പെട്ട ഒരു സമൂഹം ഉണ്ടായിരിക്കും. ആ സമൂഹത്തിലെ എല്ലാവരെയും അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അറിയുക എന്ന് പറയുമ്പോൾ ഈ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട അറിവല്ല ഉദ്ദേശിക്കുന്നത്, ആഴമായ അടുത്ത അറിവാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു കുടുംബത്തിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരമ്മ മകനെ അറിയുന്നത് പോലെയോ അപ്പച്ചൻ മകളെ അറിയുന്നത് പോലെയുള്ള ആഴമായ അറിവ് എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും ഒക്കെ അറിയാവുന്ന രീതിയിലുള്ള ഒരു ആഴമായ അറിവിന് അത് ഞാനൊരു സമഗ്രമായ അറിവെന്നാണ് വിളിക്കുന്നത്. സമഗ്രമായ അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പൊ പേരെടുത്ത് വിളിക്കുവാൻ യേശുക്രിസ്തു അത് ഇടയനുമായിട്ട് ബന്ധപ്പെട്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇടയന്റെ ഗുണമായിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ കൂടുതൽ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് കാണുന്നതുകൊണ്ട് അതിൽ നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയുക എന്നുള്ളതാണ്. നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ആളുകളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരാൻ കഴിയുള്ളൂ. ബന്ധങ്ങളുടെ നിലനിൽപ്പാണ് നേതൃത്വം എന്നൊക്കെ അറിയും. അപ്പൊ ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ആളുകളെ വ്യക്തമായിട്ട് അടുത്തറിയാൻ നമുക്ക് കഴിയണം. അതിന് നാം ചുമ്മാ നമുക്ക് ആളുകളെ അറിയാൻ കഴിയത്തില്ല. അറിയണമെങ്കിൽ നമ്മൾ മെനക്കെടണം. മെനക്കെടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തരായിട്ട് നമ്മൾ ഹൃദയം തുറന്ന് സംസാരിക്കുകയും അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് സംസാരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാതെ നമ്മൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് എനിക്ക് എന്നോട് ബന്ധം പുലർത്തുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നാം നമ്മുടേതായ കെട്ടുവട്ടങ്ങൾ മറന്നിട്ട് നമ്മുടേതായ ഔന്നത്യം വെടിഞ്ഞുകൊണ്ട് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സമീപനമാണ്. അതാണ് അറിവെന്ന് പറയുന്നത്. കാരണം ദൈവം മനുഷ്യനായി വന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത് നമ്മെ അറിയാൻ വേണ്ടി നമ്മുടെ ഇടയിലേക്ക് കടന്നു എന്നുള്ളതാണ്. സ്വർഗീയ സന്തോഷവും സൗഭാഗ്യവും വെടിഞ്ഞ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന കർത്താവ് നമ്മെ അറിയാൻ വേണ്ടി നമ്മിൽ ഒരുവനായിട്ട് മാറി എന്നുള്ളതാണ്
സുവിശേഷത്തിന്റെ കാതലായ സന്ദേശം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്രൈസ്തവ നേതാക്കൾ എന്ന രീതിയിൽ ആദ്യമായിട്ട് നമുക്ക് ഈ നേതൃത്വം കൈയാളി മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ നമ്മുടെ ആളുകളെ നല്ലവണ്ണം അറിയാൻ കഴിയണം. ഇപ്പൊ പേരും ഊരും മാത്രമല്ല, ആ വ്യക്തിയുടെ സ്വഭാവവും സ്വഭാവ ഗുണങ്ങളും ഒക്കെ നമ്മൾ അറിയാൻ കഴിയണം. കാരണം നമ്മുടെ സമൂഹത്തിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ആക്ഷൻ ഓറിയന്റഡ് ആയ പീപ്പിളാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രവർത്തനങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അവർ പ്രധാനമായിട്ടും പ്രവർത്തി കേന്ദ്രീകൃതമായിരിക്കും. രണ്ടാമതൊരു വിഭാഗം തിങ്കിങ് ഓറിയന്റഡ് ആയിരിക്കും. ചിന്തയിൽ മാത്രം അപ്പം കൂടുതൽ ആശയലോകത്തെ കുറിച്ച് ചിന്തിക്കുകയും ആശയലോകത്ത് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടാകും. മൂന്നാമതൊരു തരക്കാരെന്ന് പറയുന്നത് വൈകാരികമായ ഒരു ഫീലിംഗ് ലെവലുള്ള ആൾക്കാർ. അപ്പം എപ്പോഴും ഏതൊരു സമൂഹത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തിങ്കിങ് ലെവലിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുണ്ടാകും. അതോടൊപ്പം തന്നെ ആക്ഷന് പ്രാധാന്യം കൊടുക്കുന്ന ആളുണ്ടാകും. അതുപോലെ തന്നെ വൈകാരികമായ ഭാവങ്ങൾ ഫീലിംഗ് ലെവലിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പം ഈ 3 തരത്തിലുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് അനുയോജ്യമായ രീതിയിൽ നേതൃത്വം കൊടുക്കണം. അപ്പൊ നമ്മൾ തിങ്കിങ് ലെവലായിട്ടുള്ള ആളുകളോട് നമ്മൾ സംവദിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവരോട് ആശയപരമായി തന്നെ സംസാരിച്ച് ബോധ്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ. അപ്പൊ അവരെ ഇഷ്ടപ്പെടുന്ന എപ്പോഴും ഈ ആശയപരമായ കാഴ്ചപ്പാടുകളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയായിരിക്കും. വിവിധതരമായ ആശയങ്ങൾ ഓരോമായ കാര്യങ്ങളായിരിക്കും അവർ ചിന്തിക്കുകയും എപ്പോഴും സംവാദം നടത്താൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ആളുകളാണെന്ന് അറിഞ്ഞാൽ ആ രീതിയിൽ അവരോട് പെരുമാറുവാനും സംസാരിക്കാനും നമുക്ക് കഴിയും. അപ്പൊ അതുകൊണ്ട് അറിവ് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർ എപ്പോഴും പ്രവർത്തനത്തിന് താല്പര്യം കാണിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ താല്പര്യം പ്രവർത്തനമാണെങ്കിൽ അവരെ കുറിച്ച് നമുക്ക് വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാം. വിവിധ പ്രവർത്തനങ്ങൾ എന്തായിരിക്കണം, എങ്ങനെയായിരുന്നു, ഇനി എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അവരുമായിട്ടുള്ള ബന്ധം നിലനിർത്താനും കഴിയും. അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ഭാവങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ വികാരപരമായ പ്രവണതകൾ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്. അതായത് സ്നേഹപരമായ സമീപനം, വിശേഷങ്ങൾ അന്വേഷിക്കല്, സുഖാന്വേഷണം, ക്ഷേമാന്വേഷണം നടത്തൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ താല്പര്യം. അപ്പൊ അത് കൂടുതലും ലോലമായ തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും. അപ്പൊ ഈ 3 തരത്തിലുള്ള ആളുകൾ കൂടുതൽ സൊസൈറ്റി കാണും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെ സ്വഭാവം അപ്പൊ എല്ലാവർക്കും വേണ്ട രീതിയിൽ നമുക്ക് ഒരേ സമയം പ്രവർത്തിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഈ 3 വ്യത്യസ്ത തരത്തിലുള്ള സ്വഭാവക്കാരുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് ഇടപഴകാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു വിശാല മനസ്കത രൂപപ്പെടുത്താൻ വേണ്ടി അറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഒരു വ്യക്തി ആരാണ്, എന്താണ്, അവന്റെ മനോഭാവങ്ങൾ എന്താണ്, അവന്റെ ചിന്താശീലങ്ങൾ എന്താണ്, അവന്റെ വൈകാരികമായ ഭാവങ്ങൾ എന്താണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് നമുക്ക് നേതൃത്വം നടത്തി മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അറിയുന്ന ആളുകളാകണം. രണ്ടാമത് നമ്മൾ അന്വേഷിക്കുന്നവരാകണം. അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ഒരു ദിവസം വരെ കാണുന്നില്ല. കാണുന്നവര് വരണ്ട, ഉള്ളവർ വെച്ച് നടത്തുന്നതല്ല. എന്തുകൊണ്ട് വന്നില്ല, വരാതിരിക്കാൻ കാരണം എന്താണ്, അത് തന്നെ അന്വേഷിച്ചു പോകണം. ചിലപ്പോൾ എന്തെങ്കിലും ദുർവാർത്തകളായിരിക്കാം, മരണവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, പരാജയമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ കുടുംബങ്ങളുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ അവൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണെന്ന് അറിഞ്ഞ് അവനെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അന്വേഷിക്കുന്നവരായിട്ട് മാറണം. അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ഒരാളെ കണ്ടില്ല അല്ലെങ്കിൽ ഒരേ വീട്ടിൽ എന്തെങ്കിലും നമ്മൾ വാർത്ത കേട്ടു, അപ്പൊ എന്താണ് സംഭവിച്ചത് നിജസ്ഥിതി മനസ്സിലാക്കുക. അപ്പൊ എന്തെങ്കിലും കേട്ട ഉടനെ അതിനെക്കുറിച്ച് പറഞ്ഞു വരത്താതെ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ നേതാവെന്ന രീതിയിൽ അങ്ങനെ അറിയുന്നതോടൊപ്പം തന്നെ നിരന്തരം അന്വേഷിക്കുന്നവരായിട്ട് മാറണം. ആഴമായിട്ട് അറിയണമെങ്കിൽ നിരന്തര അന്വേഷണം ആവശ്യമാണ്. അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് ആഴമായ അറിവ് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. മൂന്നാമത് നമ്മൾ ആളുകളെ അവരായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുന്നവരാകുക. അപ്പൊ അറിയുന്നവരാകുക, അന്വേഷിക്കുന്നവരാകുക, അംഗീകരിക്കുന്നവരാകുക. വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളും വ്യത്യസ്ത സ്വഭാവ രീതികളുള്ള ആളുകൾ നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ നാം നേതൃത്വം കൊടുക്കുന്ന സമൂഹത്തിലുണ്ടാകും. അപ്പൊ അവരോട് നമ്മൾ ഇടപഴകുമ്പോൾ അവരുടെ ഏത് അവസ്ഥയായിരുന്നാലും അംഗീകരിക്കാൻ കഴിയും. ചില ആൾ ഒരു പക്ഷേ മുൻകോപികളായിരിക്കാം, വേറെ ചില ആൾക്കാർ തൊട്ടതിനും പിടിച്ചതിനൊക്കെ നമ്മോട് പ്രതികരിക്കുന്ന ആളുകളായിരിക്കാം, വേറെ ചില ആൾക്കാർ ശാന്ത സ്വഭാവമുള്ളവരായിരിക്കാം. അപ്പൊ ഏത് സ്വഭാവത്തിലുള്ളവരായിരുന്നാലും അവരോട് നമ്മൾ അവരായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കും. പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ യോഗം നടത്തുന്ന സമയത്തായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിംഗ് നടത്തുന്ന സമയത്ത് മദ്യപിച്ചു കൊണ്ടുവരുന്ന ആളുകളുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ട് കണ്ട് അവരെ അധിക്ഷേപിക്കുന്നത് നല്ലതല്ല. മദ്യപിക്കുന്നവരെ നമ്മൾ മദ്യശീലം മാറ്റിയെടുക്കുക എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ എന്ത് ദുസ്വഭാവമുള്ളവരായിരുന്നാലും നമ്മൾ സ്നേഹത്തോടു കൂടിയാണ് അവരോട് പെരുമാറേണ്ടത്. അതാണ് അംഗീകാരം എന്ന് പറയുന്നത്. അംഗീകരിക്കുക, അവനായിരിക്കുന്ന അവസ്ഥയിൽ അവരെ അംഗീകരിക്കുക. ഒരു വ്യക്തിയെ നമ്മൾ അംഗീകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ തിന്മയെ നമ്മൾ അംഗീകരിക്കുകയല്ല ചെയ്യുന്നത്, ആ വ്യക്തി ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ അംഗീകരിക്കുക. നമ്മുടെ വിശ്വാസം അനുസരിച്ച്
എല്ലാവരും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട എല്ലാവരെയും നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. കാരണം ഓരോ മനുഷ്യരിലും അവൻ ദുഷ്ടനാണെങ്കിലും ശിഷ്ടനാണെങ്കിലും നമുക്കത് വിധിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ അവനെ നമ്മൾ അവനായിരിക്കുന്ന അല്ലെങ്കിൽ അവളായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത് ഒരു നേതാവിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ അംഗീകരിക്കുമ്പോഴാണ് ആ വ്യക്തി അക്സെപ്റ്റഡ് ആയിട്ടെന്നുള്ള ഒരു തോന്നലുണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിരന്തരം വ്യക്തികളെ അംഗീകരിക്കുക, അവരായിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊള്ളുക, അവരുടെ ബലഹീനതകളെയും ബലത്തെയും നന്മയും തിന്മയും കുറവിനെയും കുറവില്ലായ്മയും ഒക്കെ പൂർണ്ണതയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ നേതൃത്വ ശൈലികൾ നമ്മൾ വളർത്തിയെടുക്കണം. നമ്മൾ വളർത്തിയെടുക്കേണ്ട രീതിയിൽ നമ്മൾ ആ ഒരു മനോഭാവത്തിലേക്ക് കാഴ്ചപ്പാടിലേക്ക് വരണമെന്നുള്ളതാണ്. നാലാമത്തത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിരന്തരം അപേക്ഷിക്കുന്നവർ അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നവരാകണം, ആജ്ഞാപിക്കുന്നവരല്ല. അപേക്ഷിക്കുന്നവരോ അഭ്യർത്ഥിക്കും. അപ്പൊ ഞാൻ നമ്മുടെ സംസാര ഭാഷകളിലൊക്കെ അങ്ങനെ ആയിക്കൂടെ, അങ്ങനെ എളിമയോടുകൂടി അപേക്ഷിക്കുന്ന ഒരു മനോഭാവമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ആജ്ഞാപിച്ച് അത് ചെയ്യ്, ഇത് ചെയ്യ്, ഇതെടുക്കെന്നൊക്കെ പറയുന്ന രീതി ഇന്ന് ആരും അംഗീകരിക്കുന്നില്ല. ഞാൻ നിന്റെ വേലക്കാരനാണോ എന്ന് ചോദിക്കും. ഏതൊരു സഹോദരായിരുന്നാലും എത്രയും താഴ്ന്ന ആളുകളായിരുന്നാലും അവരെ നമ്മുടെ ബഹുമാനത്തോടു കൂടി അപേക്ഷിക്കുവാനും അവരോട് യാചന നടത്താനും കഴിയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകും. അപ്പൊ അത് പലപ്പോഴും നമ്മുടെ ഒരു സംസ്കാരത്തിൽ അങ്ങനെ നമ്മൾ താഴ്ന്നവരെ ഒരുമാതിരി തഴയപ്പെട്ട ആളുകളായിട്ടാണ് കാണുന്നത്. താഴ്ന്നവരെ തഴയപ്പെട്ട ആൾക്കാരായിട്ട് കാണരുത്. അവരും ദൈവത്തിന്റെ ഛായ ഉള്ളവരാണ്, ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മുടെ ബഹുമാനത്തോടു കൂടി അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരോട് അഭ്യർത്ഥിക്കുന്ന അല്ലെങ്കിൽ യാചിക്കുന്ന അപേക്ഷിക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ സംസാര ഭാഷകളിലും നമ്മുടെ ബന്ധങ്ങളിലൊക്കെ വച്ചു പുലർത്തേണ്ടത്. അത് വാസ്തവത്തിൽ കുടുംബങ്ങളിലും വേണം. ഭാര്യ ഭർത്താവിനോടായിരുന്നാലും ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയോടും ഒക്കെ ബന്ധം പുലർത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് അഭ്യർത്ഥിക്കുന്ന ഒരു ശൈലി നന്നായിരിക്കും. അത് ചെയ്തുകൂടെ, ചെയ്യാമോ, അങ്ങനെയൊക്കെ വളരെ ലളിതമായ വാക്കുകൾ പറഞ്ഞ് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക. എങ്കിൽ മാത്രമേ നമ്മുടെ നേതൃത്വ ശൈലി വളരുകയുള്ളൂ. അങ്ങനെ നമുക്ക് നല്ല നേതാവായിട്ട് മാറാൻ കഴിയുള്ളൂ. ആജ്ഞാപിക്കുന്നവരായി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നല്ല നേതാവാകാൻ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള കാര്യം ഓർത്തിരിക്കും. അതോടൊപ്പം തന്നെ അടുത്തത്, നമ്മൾ ഈ അധ്വാനിക്കുന്നവരാകണം, പ്രവർത്തിക്കുന്നവരാകണം. അവരെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത്. അല്ലാതെ നമ്മൾ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുകയാണെങ്കിൽ അവൻ നല്ല നേതാവല്ല. മറിച്ച് കൂടെ നിന്ന് അധ്വാനിക്കുവാൻ, കൂടെ നിന്ന് പ്രവർത്തിക്കുവാൻ, എല്ലാ കാര്യങ്ങളും ഒപ്പമുണ്ടെങ്കിൽ ആളുകൾ വളരെയധികം സന്തോഷത്തോടുകൂടി പ്രവർത്തിക്കും. ഇപ്പൊ നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്, ഒരു പ്രദേശത്ത് റോഡ് നന്നാക്കുക, അല്ലെങ്കിൽ ഒരു ഇടവക ഒരു BCC യൂണിറ്റിലുള്ള ചപ്പും ചവറൊക്കെ മാറ്റി അവിടെ വൃത്തിയാക്കുക എന്നുള്ള ജോലി എടുക്കുകയാണെങ്കിൽ ഒരു തീരുമാനം എടുക്കുകയാണ് നമ്മൾ. അപ്പൊ നേതാവ് കൂടെ വന്നുകൊണ്ട് അവരെ കൂടെ ചെയ്യുമ്പോൾ അനുയായികൾക്കൊക്കെ വളരെ സന്തോഷത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയും. മറിച്ച് അനുയായികളുടെ അടുത്ത് നിങ്ങൾ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ഈ നേതാവ് മാറിപ്പോവുകയാണെങ്കിൽ സ്വാഭാവികം ചില നേതാക്കന്മാര് അനങ്ങത്തില്ല, അവിടെ ഇങ്ങനെ നിന്ന് കമാൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അതൊക്കെ ഒരിക്കലും നല്ല നേതൃത്വത്തിന്റെ ലക്ഷണമല്ല. അപ്പൊ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന, അതാണ് അധ്വാനിക്കുന്നവരാകണം. അല്ലാതെ കാണിക്കാരായിട്ട് മാറരുത്, കാഴ്ചക്കാരായിട്ട് മാറാതെ കൂടെ നിന്ന് അധ്വാനിക്കുന്ന ഒരു സമീപനമായിരിക്കണം നമ്മുടെ നേതൃത്വം കൈയാളുന്ന മേഖലകൾ നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നമ്മൾ ആപത്തിനൊപ്പം കൂടെ നിൽക്കുന്നവരാണ്. ആപത്തുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ സമൂഹത്തിൽ ഒരുപക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആപത്തുകളൊക്കെ ഉണ്ടാകാറുണ്ട്. മദ്യത്തിൻ്റെതായ പ്രശ്നങ്ങളിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുടുംബത്തിൽ അപകടങ്ങളിലൂടെ ഉണ്ടാകുന്ന മരണങ്ങൾ, വേർവേർത്ത്, അല്ലെങ്കിൽ രോഗങ്ങളുടേതായ പ്രശ്നങ്ങൾ, പിന്നെ പരസ്പരം ഭിന്നതയുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും അഭിമുഖീകരിക്കുന്നതായിട്ട് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിൽക്കണം. അപ്പൊ മരണം വരുമ്പോൾ ഞാൻ പിന്നെ ഇടവകയിൽ വികാരിയായിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ ഒരു വലിയ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എപ്പോഴും കൂടെ ഉണ്ടാകും, മരിച്ചാലും കല്യാണമായിരുന്നാലും. അപ്പൊ ആ പഞ്ചായത്തിൽ എന്തെല്ലാം സംഭവം ഉണ്ടായിരുന്നാലും അയാൾ അവിടെ ഉണ്ടാകും. അപ്പൊ അത്രയും ആളുകൾക്ക് വിശ്വാസം, എല്ലാ ഇലക്ഷനും അയാൾ ജയിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ അത്രയും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ ആപത്തുകളിൽ ഞാൻ കൂടെയുണ്ടെന്നുള്ളൊരു വിചാരം ആ ജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ അതിന് കഴിഞ്ഞു. അപ്പൊ അതുപോലെ നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിലും നല്ല നേതാവാകുവാൻ ഉതകുന്ന രീതിയിൽ നമ്മൾ അവരുടെ ആപത്ത് ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അപകട ഘട്ടങ്ങളിൽ, അവരുടെ വേദനകളുടെ ഘട്ടങ്ങളിലൊക്കെ ഒപ്പമുണ്ടായിരിക്കും. ഒപ്പമുള്ളവനാണ് നേതാവ്, അല്ലാതെ അകന്നു നിൽക്കുന്നവനല്ല നേതാവ്. ഒപ്പം കൂടെ ആയിരുന്നുകൊണ്ട് അവരെ കൂടെ അനുയാത്ര ചെയ്യുന്നവൻ, കൂടെ യാത്ര ചെയ്യുന്നവൻ, നമ്മുടെ ഇംഗ്ലീഷിൽ നമ്മൾ അക്കമ്പനി ചെയ്യുന്നവൻ എന്ന് പറയും. അപ്പൊ ഒരു അക്കമ്പനിമെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നേതൃത്വത്തിൽ. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരിയധികം അതിരുകൾ കൽപ്പിക്കുക, അതിരുകൾ കടന്നു പോകുന്നവനായിരിക്കണം, ഒരു എക്സ്ട്രാ മൈൽ സഞ്ചരിക്കുന്നവനായിരിക്കണം. നമുക്ക് ബൈബിളിൽ വളരെ ഒരു മനോഹരമായ ഒരു സംഭവം നമുക്കറിയാം. നമ്മുടെ അബ്രഹാമിന്റെ നമുക്ക് ഈ
ജോസഫിനെ നമുക്കറിയാലോ, യാക്കോബിന്റെ മക്കളിൽ ഒരാളായ ജോസഫ്. ജോസഫ് ഇളയ മകനാണ്. അപ്പൊ ജോസഫിന്റെ മൂത്ത സഹോദരന്മാരെല്ലാം പോയി ഈ ആടുകളെ കൊണ്ട് മേയ്ക്കാൻ വേണ്ടി. അവരെ നോക്കിയിരുന്നിട്ടും യാക്കോബ് കാണുന്നില്ല. ഒത്തിരി സമയം അവർ കാത്തിരുന്നു, പക്ഷെ കാണുന്നില്ല. വരേണ്ട സമയം എല്ലാം കഴിഞ്ഞു. അപ്പോഴ് ഈ യാക്കോബിന്റെ കീഴിൽ ഒരുപാട് ജോലിക്കാരുണ്ട്. ജോലിക്കാരെയൊന്നും യാക്കോബ് പറഞ്ഞയച്ചില്ല. യാക്കോബ് പറഞ്ഞയച്ചത് തന്റെ പ്രിയപ്പെട്ട ജോസഫ് എന്ന് പറയുന്ന മകനെയാണ്. എന്തുകൊണ്ട് ജോസഫിനെ പറഞ്ഞയച്ചു, വേലക്കാരെ പറഞ്ഞയക്കാതെ? കാരണം വേലക്കാരെ അവിടെയൊക്കെ നോക്കിയിട്ട് തിരിച്ചു വരും. പക്ഷേ സഹോദരനാകുമ്പോൾ എന്തുമാത്രം യാത്ര ചെയ്ത് ഒരു എക്സ്ട്രാ മൈൽ നടന്നു പോകാൻ കഴിയും. എക്സ്ട്രാ മൈൽ നടക്കുന്നവനാണ് നേതാവ്. അപ്പൊ ഇവൻ ജോസഫ് യാത്ര ചെയ്തു, എല്ലാ പരിധികളും ലംഘിച്ചു. അങ്ങനെയാണ് ഈ സഹോദരന്മാരെ കണ്ടുപിടിക്കുന്നത്. പിന്നെ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. പക്ഷെ ഒരു എക്സ്ട്രാ മൈല് നടക്കാൻ കഴിവുള്ളവനായിരിക്കണം നേതാവ്. എക്സ്ട്രാ മൈൽ. അപ്പൊ ജനങ്ങളെ നേടാൻ വേണ്ടി എക്സ്ട്രാ കടന്നു ചേരുന്നവനാകുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ നമ്മുടെ ഈ സമൂഹത്തിൽ അങ്ങനെ എക്സ്ട്രാ മൈൽ എടുക്കാൻ പലപ്പോഴും ആളുകൾക്ക് താല്പര്യം. ഞാൻ ഈ ദിവസങ്ങൾ ഒരു ദിവസം ഇവിടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോയി. അപ്പൊ സാധാരണ ഞാൻ ഷേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്ലേഡാണ്. അതവിടെ കാണാനില്ല. അപ്പൊ ഞാൻ ആ ബ്ലേഡ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് തപ്പി നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഉപയോഗിക്കുന്ന കാണാൻ. അപ്പൊ ഞാനത് നോക്കുന്നാണ്ട് ഒരാളെ വന്ന് എന്നോട് ചോദിച്ചു, ഏതാണ് തിരക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇന്ന ബ്രാൻഡിൽപ്പെട്ട സാധനം ഞാൻ തിരക്കുന്നു. അപ്പൊ ഉടനെ പുള്ളി പറഞ്ഞ്, അയ്യോ അത് ഞാൻ അച്ഛനാണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. ഏതായാലും അയാൾ ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഷോപ്പിന്റെ അടുത്തൊരു വേറെ ഷോപ്പിലുണ്ട്, അവിടെ ഞാൻ ഇപ്പൊ, അയാൾ ഏജന്റാണ് ഇതിന്റെ ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. അപ്പൊ അവിടെ ഞാനിപ്പോ കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ, ഞാനത് പോയി മേടിച്ചിട്ട് വരട്ടെ എന്ന് എന്റെ ചോദിച്ചു. അപ്പം പിന്നെ ഞാൻ സംസാരിച്ചപ്പോൾ അയാളൊരു മുസ്ലിമാണെന്ന് മനസ്സിലായി. അപ്പൊ എനിക്ക് ആ സാധനം മേടിച്ചു തരാൻ വേണ്ടി അയാൾ ഒരു മൈല് കൂടെ യാത്ര ചെയ്ത് അപ്പുറത്തെ കടയിൽ പോയി എനിക്ക് വേണ്ടി മേടിച്ചു വരികയാണ്. അപ്പൊ അത്രയും റിസ്ക് എടുത്ത് അദ്ദേഹം ചെയ്തു. അപ്പം എനിക്ക് അവനോട് ഭയങ്കര സ്നേഹം തോന്നി. അപ്പൊ ഞങ്ങൾ പിരിയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ പിരിയുന്നു. ഇതാണ് ഒരു നല്ല നേതാവ്. എക്സ്ട്രാ മൈൽ സഞ്ചരിക്കാൻ തയ്യാറാകുക. നമ്മുടെ ആളുകളെ നേടാൻ വേണ്ടി ഞാൻ അധികം യാത്ര ചെയ്ത് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഞാനിവിടെ ഇരുന്നുകൊണ്ട് എല്ലാവരും എന്നെ നേതാവാക്കുമെന്ന് വിചാരിക്കുക. അപ്പൊ എക്സ്ട്രാ മൈൽ യാത്ര ചെയ്യാൻ കഴിയുന്നവനായിരിക്കണം നേതാവ്. അതാണ് ഞാൻ പറഞ്ഞത്, അതിരുകൾക്കപ്പുറം യാത്ര ചെയ്യുന്ന, അത് ഒരിക്കലും ലിമിറ്റ് വയ്ക്കാതെ ലിമിറ്റുകൾ കടന്ന് യാത്ര ചെയ്യുന്നവനാകണം നേതാവ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ, നമ്മൾ നിരന്തരം മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരാകണം, ശപിക്കുന്നവരാകണം. നമ്മെ ദ്രോഹിച്ചവരായിരിക്കാം, നമ്മെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചവരായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ, നമ്മൾ അവരെ അനുഗ്രഹിക്കുന്നവരാകണം. അപ്പൊ അനുഗ്രഹം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അനുഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ഒരു നേതൃത്വത്തിലേക്ക് നിലകൊള്ളേണ്ടത്. നമ്മെ ദ്രോഹിച്ചാലും നമ്മെ മോശമായിട്ട് ചിത്രീകരിച്ചാലും നമുക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാലും അതിനെ കുറിച്ച് ബോധരാകാതെ എപ്പോഴും നിനക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അനുഗ്രഹിച്ചിരുന്ന ഒരാളായിരിക്കണം നേതാവ്. അപ്പൊ അനുഗ്രഹത്തിന്റെ ഒരു പിതാവ് ബൈബിളിൽ മുഴുവൻ കാണുന്ന അങ്ങനെ ഒരു അനുഗ്രഹമാണ്. എപ്പോഴും ദൈവം ഇസ്രായേൽ അബ്രഹാമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ, നീ ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറണം, ശാപമായിട്ട് മാറരുത്. അപ്പൊ അബ്രഹാമാകുന്ന നേതാവിനെ പഴയ നിയമം മുതൽ ദൈവം തിരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറാൻ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നേതാവെന്ന രീതിയിൽ അനുഗ്രഹമായിട്ട് മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അനുഗ്രഹമായിട്ട് ഞാൻ മാറുമ്പോൾ ജനങ്ങൾക്ക് എന്നിലൂടെ അനുഗ്രഹം കിട്ടും. മറിച്ച് പലപ്പോഴും നമ്മൾ അറിയാതെ ശപിച്ചു പോവുകയും വെറുത്തു പോവുകയും അകന്നു പോവുകയും ചെയ്യാറ്. അത് നല്ല നേതാവിന്റെ ലക്ഷണങ്ങളല്ല എന്ന് ഓർക്കുക. വീണ്ടും ഇതോടൊപ്പം ബന്ധപ്പെട്ട് തന്നെ നമുക്ക് നമ്മുടേതായ താല്പര്യങ്ങൾ കാണുമായിരിക്കും. ഉദാഹരണമായിട്ട് രാഷ്ട്രീയമായ താല്പര്യങ്ങൾ കാണും, അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യങ്ങൾ കാണും, അതുമല്ലെങ്കിൽ നമ്മുടെ ഇടവകയുടെ ഒരു പ്രാമുഖ്യം കാണും, അല്ലെങ്കിൽ അതിരൂപത എന്ന രീതിയിൽ നമുക്ക് ചില പ്രാമുഖ്യങ്ങൾ കാണും. പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് നമ്മൾ വിചാരിക്കേണ്ടത്, ഞാൻ ഒരിക്കലും എൻ്റെ ആശയങ്ങളോ എൻ്റെ അപ്രമാദിത്വം അടിച്ചേൽപ്പിക്കുന്നവരാകും. അടിച്ചേൽപ്പിക്കുന്നത് നമുക്ക് ഒരു നല്ല നേതാവിന് ഒരിക്കലും ഭൂഷണമല്ല. യേശുക്രിസ്തു ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്ന ഭാഷയിൽ ഒന്നും പറഞ്ഞു. അവിടെ നിന്ന് എന്താ പറഞ്ഞത്? ആത്മാവിനാൽ ദരിദ്രൻ ഭാഗ്യവാൻ. അപ്പൊ ആത്മാവിനാൽ ദരിദ്രരായിരിക്കുന്നവൻ ഭാഗ്യവാൻ, അത്രേ പറയുന്നുള്ളൂ. പിന്നെ തെറ്റെയ്യുന്നവനോട് ശക്തമായിട്ട് പറയട്ടെ, അത് വേറെ രീതിയാണ്. പക്ഷെ അവിടുത്തെ സന്ദേശം എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് അവിടുന്ന് പറഞ്ഞു നിർത്തുകയാണ് ചെയ്തത്. കണ്ണുള്ളവൻ കാണട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് യേശു വളരെയധികം പോസിറ്റീവായിട്ടാണ് സമീപിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ നമ്മൾ അടിച്ചേൽപ്പിക്കുക, നമ്മുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാതെ പരമാവധി സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഇടപെടണം. പലപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ട്, ഞാൻ ഈ ജർമ്മനിയിൽ ആദ്യം പോയി ഒരു പാരിഷിൽ പോയപ്പോൾ അവിടുത്തെ അൾത്താര സംഘത്തിലെ കുട്ടികളുണ്ട്. അപ്പൊ ഈ അൾത്താര സംഘത്തിലെ കുട്ടികളൊക്കെ ഒരാത് ച്യൂവിങ്ങോൻ ചുവച്ച് എന്തൊക്കെ തിന്നുകൊണ്ടൊക്കെ വരുന്നത്. അപ്പൊ എനിക്കത് കണ്ടപ്പോൾ തന്നെ ഒരാത് അസ്വസ്ഥ തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞ്, കുർബാനയ്ക്ക് നമ്മളെ കൂടെയല്ലേ, നമ്മളതിന് അങ്ങനെ പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട് തന്നെ അവിടുത്തെ സാക്രിസ്റ്റൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സാക്രിസ്റ്റൻ ഞാൻ പറഞ്ഞ വളരെ പുഞ്ചിരിയോടുകൂടി ഈ രീതിയിൽ അവതരിപ്പിച്ചത്,
നമ്മള് പിന്നെ ഒന്ന് ചവച്ചോട് നിൽക്കുമ്പോൾ നല്ലതല്ലല്ലോ, നമ്മള് ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടവരല്ലോ, ഇങ്ങനെ ഒരു വളരെയധികം പോസിറ്റീവായിട്ട് ആ കുട്ടികളോട് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് കുട്ടികളെ നേടിയെടുക്കുന്നത് എനിക്ക് വളരെ അത്ഭുതപ്പെട്ടു തുടങ്ങി. അപ്പൊ അതിനുശേഷം ഞാൻ വളരെ കരുതലോടെ സംസാരിക്കുള്ളൂ നമ്മുടെ കുട്ടികളോട്. അത് ചെയ്തിയെന്ന് പറയാതെ സ്നേഹത്തോടു കൂടി ആ ഒരു സമീപനത്തിൽ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ അങ്ങനെ സമീപിക്കുമ്പോൾ ഒരുപാട് രീതിയിൽ എടുക്കപ്പെടും. അതുകൊണ്ട് കഴിയുന്നത് നമ്മൾ അടിച്ചേൽപ്പിക്കാതെ സ്നേഹത്തോടു കൂടി പോസിറ്റീവായിട്ട് പറഞ്ഞ് തന്നെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടേതായ ഈ പ്രവർത്തന നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഇനി അതോടെ തന്നെ നമ്മൾ ഈ നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഈ ആളുകളെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ടത് നമ്മുടെ അഹങ്കാരത്തിന്റെ ഒരു സ്വാർത്ഥതയുടെ തലപ്പോഴും ഉണ്ടാകും. ഞാൻ പറയുന്നത് ചെയ്യണം, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നുള്ള ആ ഒരു മനോഭാവം എപ്പോഴും വഴിയാണ്. അപ്പൊ നമുക്ക് ആകാമെന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അങ്ങനെ നല്ലൊരു ആഭിമുഖ്യം നേതൃത്വത്തിനുണ്ടാകണം. ഇങ്ങനെയുള്ള ചില പോസിറ്റീവ് ചിന്തകളൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ സ്റ്റീഫൻ കോവിയുടെ പുസ്തകത്തിലേക്ക് പോവുകയാണ്. ഞാൻ ആ പുസ്തകത്തിൽ ഞാൻ ആമുഖത്തിന് പറയുണ്ടായി. അതിൽ പറഞ്ഞ 7 സ്വഭാവങ്ങളൊന്ന് ഒഴിച്ചു പറഞ്ഞിട്ട്, ഞാൻ സാധാരണ നീണ്ട ക്ലാസ് എടുക്കുന്നതാണ് അതേ സംബന്ധിച്ച്, നിങ്ങൾ ഓരോരുത്തരും ആ പുസ്തകം മേടിക്കണം. സ്റ്റീഫൻ കോവി എന്നുള്ള ഒരു എഴുത്തുകാരന്റെ 7 ഹാബിറ്റ്സ് ഫോർ ദ എഫക്റ്റീവ് പീപ്പിൾ എന്നുള്ളതാണ് ആ പുസ്തകത്തിന്റെ പേര്. മലയാളത്തിലുണ്ട് ഇപ്പോഴും. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം ഒന്നുകൂടെ പരിഷ്കരിച്ച് നമ്മുടെ അഷ്ടഭാഗ്യത്തിന്റെ നേതൃത്വത്തിൽ 8 ആക്കിയിട്ടുണ്ട്. ഏതായാലും 7 നല്ലതാണ്, അത് 7 ഞാൻ പറയാം. ഒന്നാമത്തേതായിട്ട് അദ്ദേഹം പറയണത്, നമ്മളുടെ നേതൃത്വത്തിന് നമുക്കുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട മനോഭാവവും സ്വഭാവവുമായിട്ട് അദ്ദേഹം പറയുന്നത് പ്രോ ആക്റ്റീവ് ആകും. അതിനുമുമ്പ് അദ്ദേഹം ഒരു ചെറിയ കഥ പറയുന്നത് ഞാൻ പറഞ്ഞു, അത് പുസ്തകത്തിൽ പറയുന്ന ആദ്യത്തെ ഒരു കഥയാണ്. അപ്പൊ അദ്ദേഹം ഒരു യാത്ര ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ട്രെയിനിൽ അദ്ദേഹം യാത്ര ചെയ്യുകയായിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പിതാവും ഒരു 4 മക്കളും ഈ ട്രെയിനിലേക്ക് കയറി വന്നു. അപ്പൊ ഈ 4 മക്കളും കയറി വന്നു കഴിഞ്ഞിട്ട് ഈ പിതാവ് ഇങ്ങനെ ശൂന്യതയിൽ കണ്ണുന്നിട്ട് വളരെ അസ്വസ്ഥതയോടുകൂടി ഇരിക്കുകയാണ്. ഈ കുട്ടികൾ ഭയങ്കര വികൃതി കുട്ടികളാണ്. അപ്പൊ ഈ വികൃതി കുട്ടികളായ കുട്ടികൾ അവിടെ ഇരിക്കുന്ന യാത്രക്കാരെ ശല്യപ്പെടുത്തുകയും അവരുടെ ബാഗും മറ്റു സാധനങ്ങളൊക്കെ എടുത്തെറിയുകയും അങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു. എന്നാൽ ഈ പിതാവായ മനുഷ്യൻ അതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ ശൂന്യതയിൽ കണ്ണുനട്ടിരിക്കുകയാണ്. അപ്പൊ യാത്ര ചെയ്ത ആളുകൾക്കൊക്കെ ഭയങ്കര അസ്വസ്ഥതയുണ്ടായി. കൂടെ ഇരിക്കുന്ന ആളുകൾ, ഈ പിള്ളേർ എന്ത് പിള്ളേരാണ്, ഇത് പിതാവാണെങ്കിൽ നിയന്ത്രിക്കുന്ന പോലും അങ്ങനെ വല്ലാത്ത അസ്വസ്ഥതയുണ്ടായി. അപ്പൊ ഈ പിള്ളേരുടെ അതിക്രമം കണ്ട് സഹികെട്ട ഒരു ചേട്ടൻ സാവധാനം ഈ പിതാവിനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ഒന്ന് നിയന്ത്രിച്ചുകൂടെ? ഇത്ര മാത്രം ശല്യം ചെയ്യുന്ന നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾക്ക് ഈ മക്കളെ ഒന്ന് നിയന്ത്രിച്ചുകൂടെ എന്ന് ചോദിക്കുക. അപ്പോഴ് ഈ പിതാവ് സാവധാനം ആ ചേട്ടനോട് നോക്കിയിട്ട് ആ ചേട്ടനോട് പറഞ്ഞു, ഞാൻ എന്ത് പറഞ്ഞാണ് ഇവരെ നിയന്ത്രിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ഭാര്യയെ, ആ കുട്ടികളുടെ അമ്മയെ സിമിത്തേരിയിൽ അടക്കിയിട്ടാണ് ഞാൻ വരുന്നത്. സിമിത്തേരിയിൽ അടക്കി മരിക്കപ്പെട്ട അവരുടെ അമ്മയുടെ മരണത്തിന്റെ ദുഃഖത്തിരിക്കുന്ന ഈ മക്കളോട് ഞാൻ എന്ത് പറഞ്ഞ് എങ്ങനെ നിയന്ത്രിക്കണമെന്ന് എനിക്ക് അറിയില്ല എന്ന് വളരെ വേദനയോടുകൂടി പറഞ്ഞു. ഇത് കൂടെ ഇരിക്കുന്ന യാത്രക്കാർ കേൾക്കാനിടയായി. ഉടനെ തന്നെ ഈ യാത്രക്കാരുടെ മനോഭാവത്തിന് വ്യത്യാസമുണ്ടായി. യാത്രക്കാരെല്ലാവരും കുട്ടികളോട് പേര് ചോദിക്കാൻ തുടങ്ങി, കുട്ടികളോട് സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. ആ കുട്ടികളും യാത്രക്കാരുമായിട്ട് ഭയങ്കരമായിട്ട് സ്നേഹത്തിലായി, രമ്യതയിലായി. സ്റ്റീഫൻ കോവി പറയുന്നത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ പിതാവിന്റെ മക്കൾക്ക് ഇറങ്ങേണ്ട സമയമായി. പിതാവിന്റെ മക്കൾക്ക് ഇറങ്ങേണ്ട സമയമായപ്പോൾ കുട്ടികൾക്ക് മാതാപിതാക്കളെയോ കുട്ടികൾക്ക് കുട്ടികളെ പിരിയാൻ കഴിയാത്തവണ്ണം അവർ ഭയങ്കര കൂട്ടായി മാറിയെന്നാണ്. എന്താണ് ഈ വ്യത്യാസം ഉണ്ടാകാൻ കാരണം? വ്യത്യാസം ഉണ്ടാകാൻ കാരണം എന്താണ്? മനോഭാവത്തിന് വ്യത്യാസം ഉണ്ടായി. ആ കുട്ടികൾക്ക് അമ്മ നഷ്ടപ്പെട്ടു, പിതാവിന്റെ ആ ശിക്ഷണത്തിലാണ് എന്നുള്ള വേദനയിൽ പങ്കുചേർന്ന് ആ കുട്ടികളുടെ ലോകത്തിലേക്ക് ഈ യാത്രക്കാര് വന്നു ചേർന്നപ്പോൾ അവരുടെ ബന്ധത്തിന് വ്യത്യാസം ഉണ്ടായി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേതൃത്വത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിന് വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ പെരുമാറ്റത്തിന് വ്യത്യാസം ഉണ്ടാകും. അപ്പൊ പെരുമാറ്റത്തിന് വ്യത്യാസം ഉണ്ടായാൽ മാത്രമേ സമൂഹവും സമുദായവും ഒക്കെ വളരുകയുള്ളൂ. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മനോഭാവത്തിന് വ്യത്യാസം ഇല്ലാതെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ലോകത്തെ മനസ്സിലാക്കാതെ നമുക്ക് അവരെ നയിക്കാൻ കഴിയും. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല നേതാവാകണമെങ്കിൽ നമ്മൾ അവരുടെ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വരുത്തി അവരിൽ ഒരുവനായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സ്റ്റീഫൻ കോവി പറയുന്നത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു പ്രോ ആക്റ്റീവ് മെന്റാലിറ്റിയാണ്. പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മുൻകൈയെടുത്ത് പെരുമാറുക, നമ്മൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പോസിറ്റീവായിട്ട് പെരുമാറുക, അതാണ് പ്രോ ആക്റ്റീവായിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പൊ പ്രോ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഉദാഹരണം ഇതാണ്. നമ്മുടെ കയ്യിൽ കുടയുണ്ടെന്ന് വിചാരിക്കും. കുടയുണ്ടെങ്കിലുള്ള പ്രത്യേകത എന്താണ്? മഴ പെയ്താലും വെയിലായിരുന്നാലും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമ്മുടെ കയ്യിൽ തന്നെ പ്രതിരോധത്തിനുള്ള ശക്തിയുണ്ട്. ഇത് തന്നെയായിരിക്കണം നമ്മുടെ സ്വഭാവത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. നമുക്ക്
നമ്മെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മളിൽ തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുകയാണെങ്കിൽ നമ്മെ കോപത്തിലാക്കിയാലും നമ്മെ മോശമായിട്ട് ധരിച്ചാൽ നമുക്കൊരു കുഴപ്പമില്ല. നാം ഒരു പക്വതയാർന്ന വ്യക്തിയായിട്ട് മാറുകയാണ്. എന്നിട്ട് തന്നെ ഒരു കുടയുണ്ട്, പ്രതിരോധത്തിന്റെ കുടയുണ്ട്. ഇതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രോ ആക്റ്റീവായിട്ട് പെരുമാറാൻ കഴിയും. നിങ്ങൾ ഒരു സമൂഹത്തെ BCCയിലാണെന്ന് വിചാരിക്കുക. BCCയിലായിരിക്കുന്ന സമയത്ത് ചില ആളുകൾ മോശമായിട്ട് പെരുമാറുന്നു, മോശമായിട്ട് ചിത്രീകരിക്കുന്നു, എന്തെങ്കിലും പറയും, നിങ്ങളെ കുറിച്ച് അപവാദങ്ങൾ പറയുന്നു. എന്തിനാ അതിനെക്കുറിച്ച് ആകുലപ്പെടുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം വി ആർ കോൺഫിഡന്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്നെക്കുറിച്ച് പറഞ്ഞാലും അസ്വസ്ഥരാകാതെ എന്റെ കാര്യത്തിൽ ഞാൻ പെർഫെക്റ്റ് ആണെന്നുള്ള ആ ഒരു ചിന്തയിൽ ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പ്രോ ആക്റ്റീവാണ്. അല്ലാതെ അടിക്കുന്ന കാറ്റിനെ ഒക്കെ പ്രതികൂലിക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ ഒരിക്കലും നമുക്ക് പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥ നമ്മൾ മാറ്റിയെടുക്കണം. ഞാൻ പ്രോ ആക്റ്റീവ് ആകുക. അപ്പൊ സ്റ്റീഫൻ കോവി പറയുന്ന ഒന്നാമത്തെ സ്വഭാവം അതാണ്. എല്ലാ നേതാക്കൾക്കും വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഓരോ ജീവിത യാഥാർത്ഥ്യങ്ങളിലും ജീവിതക്രമങ്ങളിലും യാത്രകളിലും പ്രോ ആക്റ്റീവായിട്ട് പെരുമാറുക. അപ്പൊ നിങ്ങളുടെ നേതൃത്വം കൊടുക്കുന്ന മേഖലകളിൽ എപ്പോഴും എല്ലാവരോടും പ്രോ ആക്റ്റീവായിട്ട് പെരുമാറുക, പോസിറ്റീവായിട്ട് പ്രോ ആക്റ്റീവായിട്ട് പെരുമാറുന്ന ഒരു സമീപനം ഉണ്ടാകും. രണ്ടാമത് ലക്ഷ്യാധിഷ്ഠിതമായ പ്രവർത്തനമായിരിക്കണം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. അപ്പൊ നമുക്ക് ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ച അതിനെ കുറിച്ച് പറയേണ്ട, അതിനുശേഷം മുമ്പ് പറയുണ്ടായി. അപ്പൊ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന പ്രക്രിയയാണ് നേതൃത്വം എന്ന് പറയേണ്ടത്. അപ്പൊ നമുക്കൊരു ലക്ഷ്യമുണ്ട്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു നമുക്ക് തന്ന ക്രൈസ്തവ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സമൂഹം നന്നായിട്ട് പോകുക എന്നതിനോട് പിന്നെ ഉപരിയായിട്ട് സമൂഹത്തിന്റെ സമഗ്രമായ വളർച്ചയും ഉയർച്ചയുമാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അപ്പൊ സമഗ്രമായ ഉയർച്ചയും വളർച്ചയും ലക്ഷ്യമാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമൂഹത്തിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ ഉതകുന്ന രീതിയിലൊരു പ്രവർത്തന പന്താ നോക്കുന്നതാണ്. ഇവിടെ മിഷനറിമാർ വന്നു. നമ്മളെല്ലാവരും നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ പിന്നോക്കത്തിൽപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് നമുക്ക് മാറമറയ്ക്കാൻ അവകാശമില്ലായിരുന്നു. നമുക്ക് പിന്നെ റോഡിലൂടെ നേരെ നടക്കാനുള്ള അവകാശമില്ലായിരുന്നു. നമുക്ക് സ്വന്തമായിട്ട് കിടപ്പാടില്ലായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും അവഗണിക്കപ്പെട്ട് പിന്തള്ളപ്പെട്ട ഒരു സമൂഹമായിരുന്നു നമ്മുടെ സമൂഹം. പക്ഷെ മിഷനുമാർ വന്ന് പറഞ്ഞു, നീ അങ്ങനെ അവഗണിക്കേണ്ട ഒരു വ്യക്തിയല്ല, നീ ദൈവത്തിന്റെ മകനാണ്, മകളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ ഒടുക്കുവാൻ വേണ്ടി സ്ത്രീകൾക്ക് പ്രചോദനം തന്നു. നമുക്ക് സ്വന്തമായിട്ട് എഴുതാനും വായിക്കാനും നമ്മെ അഭ്യസിപ്പിച്ചു. നമ്മെ സ്വന്തമായിട്ട് കിടപ്പാടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നമ്മെ പഠിപ്പിച്ചു. ഇതൊക്കെ മിഷനുമാർ നമ്മെ വളർത്തി നാമാക്കി മാറ്റിയതിന്റെ കാരണം കൊണ്ടാണ്. ഇന്ന് കേരളത്തിലുള്ള പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്ന എല്ലാവരും മുന്നോട്ട് വരാൻ വേണ്ടി കാരണമായിട്ട് മാറിയത് മിഷനുമാരുടെ ഇടപെടലാണ്. അല്ലെങ്കിൽ നമ്മുടെ കേരളം ഇപ്പോഴും പഴയ രീതിയിൽ ബ്രാഹ്മണ്യത്തിന്റെയും ജാതി കോമരങ്ങളുടെയും ഒക്കെ ഒരു കൂത്തരങ്ങായിട്ട് മാറുമായിരുന്നു. മിഷനറിമാരാണ് നമുക്കൊരു ബോധനം നൽകിയത്. ആ ബോധനമാണ് നമ്മുടെ ശക്തി. അപ്പൊ അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് യേശു നമുക്ക് കാണിച്ചിരുന്ന ഈ സ്നേഹത്തിന്റെ, പരസ്നേഹത്തിന്റെയും ദൈവസ്നേഹത്തിന്റേതുമായ ബന്ധങ്ങളുടെ പരദീദേശയിലേക്ക് നമ്മളെ നയിക്കുക എന്നതാണ്. അത് നമ്മുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ആളുകളെ കൊണ്ടുവരണം. അപ്പൊ നമ്മളെല്ലാവരും സാഹോദര്യത്തിനും സ്നേഹത്തിനും ഐക്യത്തിനും വരാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം കൂടി ആയിരിക്കണം നമ്മുടെ നേതൃത്വത്തിലേക്ക് വരേണ്ടത്. അപ്പൊ ആ ലക്ഷ്യം യേശു കാണിച്ചതാണ് സമഗ്രമായ മോചനവും സമഗ്രമായ പുരോഗതി. ആ ഒരു മോചനവും പുരോഗതിയും ഉണ്ടാകത്തക്ക രീതിയിൽ വിശ്വാസാധിഷ്ഠിതമായ ഒരു പ്രയാണം നമ്മൾ നടത്തണം. അതിനുവേണ്ടിയാണ് നമ്മൾ നേതൃത്വം കൊണ്ടത്. അപ്പൊ അത് വ്യക്തമായിട്ടുണ്ടാകും. അല്ലാതെ നമ്മൾ ഈ ഒരു ലക്ഷ്യം വിട്ട് ക്രിസ്തു നമുക്ക് തന്ന ആ ഒരു ലക്ഷ്യം വിട്ട് മിഷന്മാർ നമുക്ക് തന്ന ലക്ഷ്യം വിട്ട് നമ്മുടേതായ സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങളെ കൂട്ടിച്ചേർത്ത് ന്യായീകരിക്കാൻ വേണ്ടി പോകരുത്. നമുക്കൊരു നേതാവുണ്ട്, അത് ക്രിസ്തുവാകുന്ന നേതാവുണ്ട്. അദ്ദേഹം നമുക്ക് ലക്ഷ്യം നൽകിയിട്ടുണ്ട്. ആ ലക്ഷ്യം സഭയിലെ നേതാക്കന്മാർ വഴി നമുക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ സഭയോടൊപ്പം നിന്നുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരായിട്ട് മാറും. അതാണ് നമ്മുടെ നേതൃത്വത്തിന്റെ ലക്ഷ്യമായിട്ട് നമ്മൾ കാണേണ്ടത്. മൂന്നാമത് മുൻഗണനാ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ്. മുൻഗണനാ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്താണ് പ്രധാനപ്പെട്ടത്, അത് പ്രവർത്തിക്കുക. ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്താണ്, അത് ഞാൻ പ്രവർത്തിക്കുക. മുൻഗണനാ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആവശ്യമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് തിങ് ഫസ്റ്റ്. എന്താണ് ആദ്യം? അപ്പൊ നാളത്തേക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നു വിചാരിക്കുക. ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല, നാളെ ചെയ്യാമെന്ന് മാറ്റിവെച്ചു വിചാരിക്കും. അപ്പൊ പിന്നെ നാളെ ചെയ്യേണ്ട കാര്യങ്ങളും നാളെ ചെയ്യണം. ഇവ ഡബിളായോ? വീണ്ടും നമ്മൾ അവിടെ വീണ്ടും പ്രയോറിറ്റി നിർണ്ണയിച്ച് വീണ്ടും മൂന്നാമത്തെ ദിവസത്തേക്ക് മാറ്റിവെക്കും. അങ്ങനെ മലയാളത്തിൽ നല്ലൊരു ചൊല്ലുണ്ട്, നാളെ നീളയായി പോകും. വാസ്തവത്തില് നമ്മുടെ സമൂഹത്തിന് സമുദായത്തിനോ വളർച്ചയുണ്ടാകാത്തതിന്റെ പ്രധാന കാര്യം നമ്മളെല്ലാം മാറ്റിവെച്ച് മുന്നോട്ട് പോകുന്നതാണ്. നാളെക്കുറിച്ചുള്ള ചിന്തയില്ല. നാളെ ചെയ്യാം നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് ഒന്നും നടക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ ചെയ്യണം. ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കണം. അപ്പൊ നാളെ ഉദാഹരണമായിട്ട് നമ്മുടെ നേതൃത്വത്തിലേക്ക് വരികയാണ്, ഒരു പ്രോഗ്രാം നാളെയുണ്ട്. അപ്പൊ നാളെയുള്ള പ്രോഗ്രാം എന്താണെന്ന് നാളത്തേക്ക് മുമ്പ് തന്നെ ഒന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് ആരൊക്കെ എങ്ങനെ എന്തൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കി ആ ഒരു ശരിയായ ദിശാബോധത്തോടു കൂടി ആയിരിക്കണം നാളെ രാവിലെ ഉണരേണ്ടത്.
അല്ലാതെ നാളെ വരുന്ന പോലെ കാണാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറകരൊക്കെ പൊളിയും. അപ്പൊ അങ്ങനെ നമ്മുടെ സമുദായത്തിന് ഒരിക്കലും വളർച്ചയുണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് ചെയ്തു തീർക്കുക. അന്ന് ചെയ്തു തീർത്തിട്ട് നാളത്തേക്ക് മാറ്റി വയ്ക്കുന്ന പ്രകൃതം നമ്മൾ ബോധപൂർവ്വം ഒഴിവാക്കുക. അപ്പൊ എന്ത് കഠിനം സഹിച്ചാലും എന്ത് ത്യാഗം സഹിച്ചാലും ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ മാറ്റിവെക്കൽ പ്രക്രിയ ഒഴിവാക്കണം. അത് നമ്മുടെ കുട്ടികളെയും കുടുംബങ്ങളെയും അഭ്യസിപ്പിക്കണം. ഓരോ ദിവസവും കുട്ടികളെ ഇപ്പൊ നമ്മളെ മക്കൾ മിക്കാരും മൊബൈലും ടിവിയും കണ്ട് എല്ലാം മാറ്റി വെച്ച് അവസാനം പരീക്ഷയ്ക്ക് സമയമാകുമ്പോൾ പരീക്ഷയ്ക്ക് ഉറക്കം വരാതെ ഇരുന്ന് പഠിച്ച് തലവേദനയായി അസുഖമായി എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. അപ്പൊ അസ്വസ്ഥതകളും മാനസിക പ്രയാസങ്ങളും കൊണ്ട് ജീവിതം തകരുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അപ്പൊ അങ്ങനെ വരാതെ നമ്മൾ ശരിയായ രീതിയിൽ മുൻഗണന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയണം. നാലാമത്തെ സ്വഭാവമായിട്ട് സ്റ്റീഫൻ കോവി പറയുന്നത് വിൻ വിൻ മനോഭാവമാണ്. വിൻ വിൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിജയിക്കണം, ശരി തന്നെയാണ്. ഞാൻ വിജയിക്കുന്നതോടൊപ്പം മറ്റുള്ളവർ വിജയിക്കണം. അല്ലാതെ വിൻ ഫെയിൽ അല്ല. ഞാൻ വിജയിക്കണം, മറ്റുള്ളവർ തോക്കണം. അത് ആ മനോഭാവം ശരിയല്ല. ഞാൻ വിജയിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ഫസ്റ്റ് കിട്ടിയ എന്താ കുഴപ്പം? എല്ലാവർക്കും ഫസ്റ്റ് കിട്ടട്ടെ. അപ്പൊ അതല്ല നല്ലത്. ഒരാൾക്ക് എനിക്ക് മാത്രം ഫസ്റ്റ് കിട്ടുകയും മറ്റുള്ളവരൊക്കെ താഴേക്ക് പോവുകയും ചെയ്യുമ്പോൾ അത് മോശമല്ല. അപ്പൊ നമുക്ക് 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് ഫസ്റ്റ് കിട്ടണം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ 10 പേരുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 30 കുടുംബങ്ങളുണ്ടെന്ന് വിചാരിക്കുക. അത്രയും കുടുംബങ്ങൾ ഒന്നാമത് വരാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഞാൻ മാത്രം വളരണം, എന്റെ വീട്ടുകാർ മാത്രം വളരണം, എന്റെ ബന്ധത്തിലുള്ളവർക്ക് മാത്രം മുൻഗണന ഉണ്ടാകണം. അങ്ങനെയുള്ള വിൻ മനോഭാവം എന്ന് പറയുന്നത് വിൻ വിന്നാണ്. നേട്ടവും എനിക്ക് നേട്ടം ഉണ്ടാകണം, ഒപ്പം അവർക്ക് നേട്ടം ഉണ്ടാകണം. എന്റെ മാത്രം നേട്ടമല്ല, മറ്റുള്ളവർക്ക് പരാജയമല്ല, മറിച്ച് നേട്ടവും എനിക്കും മറ്റുള്ളവർക്ക് നേട്ടം. അങ്ങനെ പൊതുവായ നേട്ടം ഉണ്ടാക്കലായിരിക്കണം എന്റെ നേതൃത്വ ശൈലിയുടെ അനുവർത്തന രീതി. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകുവാനും പുരോഗതി പ്രാപിക്കുവാനും കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും പ്രവർത്തന പദ്ധതിയിൽ എത്തിക്കുകയും ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു കോമൺ വിഷനോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ മക്കൾ മാത്രം ഒന്നായി മാറട്ടെ, എന്റെ കുടുംബക്കാർ മാത്രം മുന്നോട്ട് വരട്ടെ, അങ്ങനെ ചിന്ത സ്വാഭാവികമായിട്ടും മാറും. നമ്മൾ എല്ലാവരും ഒന്നാമരാകണം എന്നുള്ള ചിന്തയിൽ നമ്മൾ എല്ലാവരും ഒന്നാക്കി കൊണ്ടുവരുവാനും ഒരുമിച്ച് കൊണ്ടുവരാനും മുന്നോട്ട് കൊണ്ടുവരാനും പരിശ്രമിക്കുക. അതായിരിക്കണം നമ്മുടെ നേതൃത്വത്തിന്റെ ലക്ഷ്യമായിട്ട് മാറേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 5ാമത്തെ സ്വഭാവമായിട്ട് അദ്ദേഹം പറയുന്നത് സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നത് എല്ലാം എനിക്ക് മനസ്സിലാകണം. അപ്പൊ അങ്ങനെ തന്നെ ചിന്തിക്കണം. ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് എന്നെ മനസ്സിലാക്കാൻ മതി. പലപ്പോഴും നമ്മൾ വിചാരിക്കണം എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ പറയുന്ന ആൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. ഞാൻ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതനുസരിച്ചാണ് മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ ഭാഗത്ത് നിന്ന് അത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും പറഞ്ഞ കാര്യമാണ്. മനസ്സിലാക്കുക എന്നുള്ളതാണ്, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം തന്റെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. ഇന്ന് ഈ വർഷം നമ്മൾ വിശുദ്ധ ഫ്രാൻസിസിന്റെ വർഷം കൂടി ആചരിക്കുകയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ അസീസിയുടെ മാതൃകയും നമുക്ക് ശക്തി പകരുന്നതാണ്. അപ്പൊ നമുക്ക് വേണ്ടത് മറ്റുള്ളവര് എന്നെ മനസ്സിലാക്കുക എന്നുള്ളതല്ല, ഞാൻ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഞാൻ എല്ലാവരെയും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവമായിരിക്കണം എനിക്ക് ഉണ്ടാകേണ്ടത്. അപ്പൊ ഞാൻ നേതൃത്വം കൊടുക്കുന്ന സമൂഹത്തിൽ എല്ലാവരെയും ഒന്ന് മനസ്സിലാക്കാനും അവരുടെ ചിന്താധാരകളെ മനസ്സിലാക്കി ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് പ്രതികരിക്കുവാനും കഴിയുന്ന ഒരു സ്വഭാവ രീതിയായിരിക്കാൻ പറ്റും. അപ്പൊ അതാണ് നമ്മുടെ നേതൃത്വത്തിലേക്ക് നയിക്കേണ്ടത്. 6ാമതായിട്ട് സ്റ്റീവൻ കോവി പറയുന്നത് സിനർജൈസ്, അതായത് ക്രിയാത്മകമായ സഹകരണമാണ്. നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരെയും സഹകരിപ്പിക്കുന്ന ക്രിയാത്മകമായ രീതികൾ നമ്മൾ അവലംബിക്കണം. അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പോയാലേ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പൊ അതിന് സഹായിക്കുന്ന രീതിയിൽ ഒരിക്കലും വിചാരിക്കരുത് ഭൂരിപക്ഷം എന്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നത് വിചാരിക്കരുത്. നമുക്ക് ഭൂരിപക്ഷം എന്നുള്ള ചിന്തയില്ല. സഭ പറയുന്നത് എന്താണ്? യേശുക്രിസ്തു പറഞ്ഞ എന്താണ്? 100 ആടുണ്ടായിരിക്കെ 99 അവിടെ കൂടെ ഉണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ ഇടയൻ എന്താ ചെയ്തത്? 99നെയും വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ തേടിപ്പോകുന്നവനാണ് ഇടയൻ എന്നാണ്. അപ്പൊ എന്റെ കൂടെ ഭൂരിപക്ഷം ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് പോയെങ്കിൽ അതിന് ഉത്തരവാദി ഞാനാണ്, ഒന്ന് നഷ്ടപ്പെട്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനാണ്, ഒന്ന് നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ട് പോയെങ്കിൽ അതിന് ഉത്തരവാദി ഞാൻ കൂടിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കറിയാം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ക്രിയാത്മകമായിട്ട് സഹകരിപ്പിക്കുന്ന ഒരു മനോഭാവമാണ്. എല്ലാം 1-2 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ കൊടുത്തുകൊണ്ട് എല്ലാവരെയും പങ്കാളികളാക്കുന്ന ഒരു ശൈലിയാണ് അവിടെ അനുവർത്തിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ക്രിയാത്മകമായ സഹകരണ മനോഭാവമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഇനി അവസാനമായിട്ട് അദ്ദേഹം പറയുന്നത് ഷാർപ്പൺ ദ സോഡ് എന്ന് പറഞ്ഞാൽ നവീകരണം, കാലാനുസൃതമായ നവീകരണങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. കാലാനുസൃതമായ നവീകരണം ഓരോ പ്രാവശ്യം ഓരോ മീറ്റിങ്ങിന് കഴിയുമ്പോഴും നമുക്ക് അടുത്ത മീറ്റിംഗ് എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും, അടുത്ത പ്രവർത്തനം എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും, അങ്ങനെ ഒരു വിലയിരുത്തലും
മുന്നോട്ടുള്ള ആസൂത്രണം നമുക്ക് ആവശ്യമുണ്ട്. വിലയിരുത്തലും ആസൂത്രണം ഇത് നേതാവിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിലയിരുത്തുക, ആസൂത്രണം ചെയ്യുക. നമ്മളെ ചെയ്ത കാര്യങ്ങളെ ഒന്ന് വിലയിരുത്തുക, അതിന്റെ നന്മതിന്മകൾ മനസ്സിലാക്കുക, അതിൽ കുറവുകളൊക്കെ ഒന്ന് കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കും. അങ്ങനെ കുറവുകൾ കണ്ടെത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും, അതിന് എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതാണ് നമ്മുടെ ഈ ആസൂത്രണ പരിപാടികൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് ഏഴാമത്തെ സ്വഭാവ രീതി നമുക്ക് വേണ്ടത് വിലയിരുത്തലും ആസൂത്രണവുമാണ്. നല്ലവണ്ണം കാര്യങ്ങൾ വിലയിരുത്തുക, നല്ലവണ്ണം കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി, പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് കഴിയും. അപ്പൊ അതിന് നേതൃത്വം കൊടുക്കുന്നവനായിരിക്കണം നേതാവ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഉപസംഹരിപ്പിക്കുകയാണ് എട്ടകാലാകുമ്പോൾ. അപ്പൊ നമ്മളിന്ന് കണ്ട രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തേത് എന്റെ തന്നെ സ്വന്തം ചിന്തകളാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു നേതാവ് എന്ന രീതിയിൽ നമ്മൾ വച്ചു പുലർത്തേണ്ട ചില ആളുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവിടെ പ്രധാനമായിട്ടും ഊന്നൽ നൽകി പറഞ്ഞത് നമ്മളെല്ലാവരും അറിയുന്നവരാകണം, അന്വേഷിക്കുന്നവരാകണം, ആശ്വസിപ്പിക്കുന്നവരാകണം. ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞത് ഞാൻ വളരെ വിശദീകരിച്ചില്ല. അതായത് രോഗം വരുമ്പോഴോ മരണം വരുമ്പോഴോ ഒന്ന് കയറി അന്വേഷിക്കാൻ വേണ്ടി കഴിയണം. നമ്മള് കത്തോലിക്കയെ കുറിച്ച് പറയാറുണ്ട്. ചില ആളുകളൊക്കെ പള്ളി ഉപേക്ഷിച്ച് പോകുമ്പോൾ അവർ ചോദിച്ചു, അവർ പറയും, അച്ഛൻ ഞാൻ രോഗിയായി കിടന്നപ്പോൾ അച്ഛൻ വന്നില്ല, സിസ്റ്റർ വന്നില്ല, BCC ലീഡർ വന്നില്ല, ആരും വന്നില്ല, ആരും തിരിഞ്ഞു നോക്കിയില്ല. അതേസമയം പെന്തക്കോസ്തുകാർ വന്ന് എന്റെ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർ വേണ്ട സഹായങ്ങൾ ചെയ്തു. അപ്പൊ അങ്ങനെ വളരെ നല്ല രീതിയിൽ സമീപിക്കുന്ന, രോഗികളെ സമീപിക്കുന്ന ഒരുപാട് അകത്തോലിക്ക സഹോദരന്മാരുണ്ട്. പലപ്പോഴും നമ്മൾ കത്തോലിക്കര് രോഗം വരുമ്പോൾ തിരിഞ്ഞു പോലും നോക്കാറില്ല. രോഗം വരുമ്പോൾ നമുക്കറിയാമല്ലോ, കട്ടിലായിരുന്നാലും പായിലായിരുന്നാലും തിരിഞ്ഞും പിരിഞ്ഞും കലന്നും കമന്നും കടന്ന് എല്ലാവരെയും ശപിച്ച് വേദനിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ലീഡർഷിപ്പിന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് അവിടെ പോയി ആ വ്യക്തികളോടൊപ്പം ഇരിക്കുമ്പോൾ ആ വ്യക്തിക്ക് തോന്നുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല, ഈ ലോകത്തിൽ എന്നോടൊപ്പം ഇത്രയും പേരുണ്ടെന്നുള്ള ഒരു ശക്തി കിട്ടുകയാണ്. അത് സാമ്പത്തികമായ സഹായം രണ്ടാമതാണ്. അത് നമുക്ക് സാന്നിധ്യത്തിലൂടെ ആ വ്യക്തിയെ ശക്തിപ്പെടുത്താൻ കഴിയണം. കാരണം രോഗമായിരിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാകുക, സംസാരിക്കുക, സാന്ത്വനമേകുക എന്നുള്ളത് അത്യന്താവശ്യമായ കാര്യമാണ്. അതാണ് ആശ്വാസം എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചത്. അപ്പം ആശ്വസിപ്പിച്ചുകൊണ്ട്, അപേക്ഷ രീതിയിൽ ആളുകളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്, അവരോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട്, അവരെ അനുനയിപ്പിച്ചുകൊണ്ട്, ആപത്തിൽ അവരോടൊപ്പം നിന്നുകൊണ്ട്, ആശ്വാസം നൽകുന്ന അനുഗ്രഹമായി മാറിക്കൊണ്ട്, അലസത വെടിഞ്ഞ് അരുതുകളെ ബോധപൂർവ്വം മനസ്സിലാക്കി, തെറ്റുകളും കുറ്റങ്ങളും ബോധപൂർവ്വം മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട്, അഹങ്കാരം വെടിഞ്ഞുകൊണ്ട്, മറ്റുള്ളവർക്ക് തുണയും സഹായവുമേകുന്ന മനോഭാവത്തോടുകൂടി അടിച്ചേൽപ്പിക്കലെല്ലാം ഉപേക്ഷിച്ചിട്ട് അഭ്യർത്ഥനയും സ്നേഹ സൗഹൃദവും നടത്തുന്ന ഒരു നേതൃത്വമായിരിക്കാം ക്രൈസ്തവ നേതൃത്വത്തിന്റെ പ്രത്യേകതയായിട്ട് മാറേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ 7 സ്വഭാവങ്ങൾ, സ്റ്റീഫൻ കോവി പറഞ്ഞ 7 സ്വഭാവങ്ങൾ എന്താണെന്ന് പറയാൻ വേണ്ടി പരിശ്രമിച്ചു. അതിൽ അദ്ദേഹം ഒന്നാമത് പറഞ്ഞത് പ്രോ ആക്റ്റീവ് ആകുക, ബി പ്രോ ആക്റ്റീവ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോവുക, ബിഗിൻ വിത്ത് ദ എൻഡ്, അവസാനം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി മുന്നോട്ട് പോവുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് മൂന്നാമത് മുൻഗണനാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക, ആദ്യം വേണ്ടത് ആദ്യം, പ്രധാനപ്പെട്ടത് ആദ്യം. അങ്ങനെ മുൻഗണനാ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത് അപ്പം തന്നെ ചെയ്ത് മുന്നോട്ട് പോകുക. വിൻ വിൻ മനോഭാവം, എനിക്ക് നേട്ടമുണ്ടാകുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് നേട്ടമുണ്ടാകുന്ന ഒരു സ്വഭാവമായിരിക്കണം എനിക്ക് വേണ്ടത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ആദ്യം ഞാൻ അങ്ങോട്ട് പോയി മനസ്സിലാക്കണം, അത് കഴിഞ്ഞിട്ടായിരിക്കണം എന്നെ മറ്റുള്ളവർ മനസ്സിലാക്കണം എന്നുള്ള ചിന്ത ഞാൻ വച്ചു പുലർത്തേണ്ടത്. അപ്പൊ ഞാൻ എല്ലാവരെയും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മെനക്കെട്ട് മുന്നോട്ട് പോകണം. ആറാമത് എല്ലാവരെയും ക്രിയാത്മകമായിട്ട് സഹകരിപ്പിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയായിരിക്കണം, ഒരു സ്വഭാവ രീതിയായിരിക്കണം. ഏഴാമത് വിലയിരുത്തി ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. ഓരോ പ്രാവശ്യവും കാലാനുസൃതമായ നവീകരണം നടത്തി വിലയിരുത്തലുകൾ നടത്തി മുന്നോട്ട് പോകുന്ന രീതിയിലായിരിക്കും. ഇതായിരിക്കണം യഥാർത്ഥ നേതൃത്വം. അപ്പം ഈ ഒരു നേതൃത്വ ശൈലി ആയിരിക്കണം നമ്മുടെ പെരുമാറ്റങ്ങളിലും മനോഭാവത്തിലും. ഇത് ഒരു മനോഭാവമായിട്ട് മാറണം. ആ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്വഭാവമായിട്ട് മാറണം. മനോഭാവവും സ്വഭാവവുമാണ് നേതൃത്വത്തെ നേതൃത്വമാക്കി മാറ്റുന്നത്. മനോഭാവം നല്ലതല്ലെങ്കിൽ സ്വഭാവവും നന്നാവുകയില്ല. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള നല്ല മനോഭാവങ്ങൾ വളർത്തിയെടുക്കുക. പോസിറ്റീവായ നല്ല മനോഭാവങ്ങൾ വളർത്തിയെടുത്തിട്ട് അതിന് അനുയോജ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളെ കരുപിടിപ്പിക്കുക. അപ്പൊ മനോഭാവങ്ങളും പ്രവർത്തനങ്ങളും നല്ലതാണ് എങ്കിൽ നല്ല നേതൃത്വങ്ങൾ നമുക്കുണ്ടാകും. ആ നേതൃത്വങ്ങൾ സമുദായത്തിന്റെയും സഭയുടെയും വളർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുവരുന്നതിന് അവരെ തന്നെ സമർപ്പിച്ചു കൊണ്ടുപോകുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള നല്ല നേതാക്കളായിട്ടാണ് നമ്മൾ മാറേണ്ടത്. അതിന് സഹായിക്കുന്ന ചിന്തകളാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ ഒന്നാമതാണ് നമ്മൾ പ്രസംഗമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ അത് എന്താണ് എങ്ങനെയാണെന്ന കാര്യം ഞാൻ പറയുകയുണ്ടായി. അപ്പൊ അതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നേതൃത്വ ചിന്തകൾ സ്വായത്തമാക്കിയിട്ട് നല്ല മനോഭാവത്തോടെ നല്ല പ്രവർത്തന ചാരുതയോടുകൂടി നമ്മുടെ സമുദായത്തെയും സമൂഹത്തെയും നേതൃത്വം കൊടുക്കുവാൻ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് വരിക, പ്രയത്നിക്കുക, നിരന്തരം ഇതിനുവേണ്ടി അധ്വാനിക്കുക. ആരംഭത്തിൽ നമ്മുടെ MC സൂചിപ്പിച്ചതുപോലെ
അധ്വാനത്തിലൂടെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടതാണ് ഈ സ്വഭാവ രീതികളൊക്കെ. അല്ലാതെ നമ്മൾ ജനിക്കുമ്പോഴേ നേതാക്കന്മാരോട് ജനിക്കുന്നതല്ല, നമ്മളെല്ലാവരും ആർജിച്ചെടുക്കേണ്ടതാണ്. അപ്പൊ ആർജിച്ചെടുക്കാൻ ഉതകുന്ന രീതി നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച നല്ല നേതാക്കന്മാർ അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അതൊക്കാലം എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ യാത്രയ്ക്ക് കരുത്തുറ്റ വാക്കുകൾ നൽകി പരിശീലന പ്രോഗ്രാമുകൾ എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ഇവിടെ ആയിരിക്കുന്ന ഏവർക്കും ബോധ്യപ്പെടുത്തി തന്ന അച്ഛൻ വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരെ കണ്ടെത്തി അവരെ അറിയുക, അന്വേഷിക്കുക, അംഗീകരിക്കുക, പോസിറ്റീവായിരിക്കുക, എളിമയുള്ളവരായിരിക്കുക, അനുഗ്രഹമുള്ളവരായിരിക്കുക, നിഷ്ഠാമായി സഞ്ചരിക്കുന്നവരായിരിക്കുക. അതേപോലെ സ്റ്റീഫൻ കോയുടെ ഒരു 7 ഹാബിറ്റ്സ് ഫോർ എഫക്റ്റീവ് പീപ്പിൾ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി നമുക്ക് 7 കാര്യങ്ങൾ പരിശീലനത്തിനായി തന്നിട്ടുണ്ട്. അതായത് പ്രോ ആക്റ്റീവ് മെന്റാലിറ്റി, ലക്ഷ്യബോധം, മുൻഗണന അടിസ്ഥാനമാക്കി പ്രവർത്തനം, നമ്മളെ പോലെ തന്നെ എല്ലാവരും വിജയിക്കുക, നമ്മളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കുക, എല്ലാവരെയും സഹകരിപ്പിക്കുക, കാലാനുസൃതമായ വിലയിരുത്തൽ ആസൂത്രണം ചെയ്യുക. ഇതാണ് അച്ഛൻ നമുക്ക് തന്നിട്ടുള്ള ഏകദേശം ഒരു പരിശീലന പരിപാടി. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഇന്ററാക്ഷൻ സെക്ഷനാണ്, സംശയമുള്ളവർക്ക് അച്ഛനോട് ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ ആർക്കും കൂട്ടിച്ചേർക്കാം. സംശയത്തെക്കാളുപരി അതിനകത്ത് രണ്ടാമത്തെ പോയിന്റ് ബിഗിൻ വിത്ത് എൻഡ് ഇൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആദ്യം അവസാനം കണ്ടിട്ട് തന്നെ തുടങ്ങുക എന്നുള്ള മീനിങ് ആണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ലക്ഷ്യം എന്നുള്ളതാണ്. അവസാനം എന്ന് പറഞ്ഞാൽ എൻഡിൽ എത്തണമല്ലോ, എൻഡാണല്ലോ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അതാണ് ലാവോഷ് പറയുന്നത്. എന്താണ്, എവറി സ്റ്റെപ്പ് ബിഗിൻസ് വിത്ത് ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആ സ്റ്റെപ്പ് എടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് അറിയണം. ഇവിടെ എത്തണം എന്ന് പറഞ്ഞാൽ ആദ്യ സ്റ്റെപ്പ് അതിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അതാണ് ഈ ചിന്തകന്മാർ പറയുന്ന ഒരു രീതിയാണ്. ഞാൻ നമ്മുടെ സാധാരണ നമ്മുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ലക്ഷ്യബോധത്തോടെ പെരുമാറുകയാണ്. അതങ്ങനെ പറയാം. പക്ഷെ എൻഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫിലോസഫിക്കൽ അർത്ഥമാണ്. ഈ തെലയോളജി എന്ന് പറയും, എൻഡ് ആൻഡ് ദ മീൻസ് ആൻഡ് ദ ബിഗിനിങ്. അപ്പൊ നമ്മള് എൻഡിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള മാർഗം, പിന്നെ അതിന്റെ തുടക്കവും ഒടുക്കവും മാർഗവും, ഇത് 3 നേരെയാണ്. അത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റത് ഈ മാർസിസ്റ്റുകാരൊക്കെ പറയുന്നത് അങ്ങനെയല്ല, ഏത് മീൻസ് ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ അങ്ങനെ പറയുന്നില്ല, നമ്മുടെ സഭ പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. തുടക്കവും മാർഗവും ലക്ഷ്യവും ഒരുപോലെ നന്നായിരിക്കണം. അപ്പൊ അതിനുവേണ്ടിയുള്ള സ്റ്റെപ്പ് വളരെ പ്രധാനപ്പെടാം. സ്റ്റെപ്പിനോടൊപ്പം ലക്ഷ്യവും നമ്മുടെ മാർഗമൊക്കെ അറിയണം. അതൊക്കെയാണ് നമ്മുടെ നേതാക്കളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘടകം. താങ്ക് യു. അച്ഛാ, ഈ പുസ്തകം ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ഈ പുസ്തകം ഇത് ഒത്തിരി വർഷമായി. ഞാനൊന്ന് നോക്കാം, ജസ്റ്റ് നെറ്റിൽ അടിച്ചാൽ കിട്ടും. 7 ഹാബിറ്റ്സ് ഫോർ ദി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്നത്. അതിന് മലയാളമുണ്ട്. മലയാളത്തിന്റെ ട്രാൻസ്ലേഷൻ എന്റെ ഉണ്ടാകും, ഇപ്പൊ കാണുന്നില്ല. ആരൊക്കെ ചേർത്ത് കൊടുത്തിട്ട് തിരിച്ചു കിട്ടി. അപ്പൊ അത് പിന്നെ ബുക്ക് സ്റ്റാളിലൊക്കെ അവൈലബിൾ ആണ്. ഇംഗ്ലീഷിൽ അടിച്ച ഉടനെ കിട്ടും, മലയാളത്തിലുണ്ട്. മലയാളത്തിൽ ആരും പബ്ലിഷ് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തിരിക്കും. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. ആച്ചോ, ഗുഡ് ഈവനിങ്. ആച്ച, സംശയമൊന്നുമില്ല. എന്തായാലും ഈ ക്ലാസ് ഫുള്ളായിട്ട് കേട്ട് തീർച്ചയായിട്ടും നേതാവിന്റെ ഗുണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. ഇപ്പൊ ഞാനൊക്കെ BCC ലീഡറായിട്ട് മറ്റു പ്രവർത്തിക്കുന്നു, പല സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഒരു നേതാവ് ആകേണ്ടതിന്റെ ആ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നെ കുറിച്ച് ഇത്രയും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. കാരണം ചിലപ്പോഴും അച്ഛൻ പറയുന്നത് പോലെയൊക്കെ ചില കാര്യങ്ങളിലൊക്കെ സ്വാർത്ഥത പോലെയൊക്കെ, ഞാൻ നേതാവ്, ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് എന്റെ ഗ്രൂപ്പ് അനുസരിക്കണം, അല്ലെങ്കിൽ ഞാനാണ് ഇവിടുത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ എന്റെ സെക്രട്ടറി, ഞാൻ നേതാവാണ്, മറ്റുള്ള ആൾക്കാർക്കെല്ലാം അംഗീകരിക്കണം. അപ്പൊ അതൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് നല്ലൊരു ക്ലാസ്സാണ് ഭാഗത്ത് കിട്ടിയത്. അത് വളരെ ഉപകാരപ്രദമായിരുന്നു. താങ്ക് യു.
വേറൊരു കാര്യം, നമ്മുടെ ഈ ക്രിസ്മസ് സന്ദേശം നമ്മൾ ജനുവരി 26 അനൗൺസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചിലർ ഗ്രൂപ്പുകളിൽ ചോദിക്കുന്നുണ്ട്. അച്ഛനത് നോക്കിക്കഴിഞ്ഞോ? എന്താണ് അതിന്റെ ഒരു അപ്ഡേറ്റ്സ്? നമ്മള് തീർച്ചയായിട്ടും അനൗൺസ് ചെയ്യാം. അന്ന് 26 അനൗൺസ് ചെയ്യും. 3 സ്ഥാനങ്ങൾ കിട്ടുന്നവർ അന്ന് പ്രസംഗിക്കുകയും ചെയ്യണം അവിടെ. അവരുടെ നമ്മളവിടെ ചില ഇത് ചെയ്യും, ലൈവായിട്ട് അവിടെ കാണിക്കും. അപ്പൊ അതിന്റെ സമ്മാനം 20 നമ്മുടെ 20 നമ്മൾ എല്ലാത്തിനും കട്ട് ഓഫ് തന്നിരിക്കുന്നത്. 20 നമ്മൾ എല്ലാത്തിനും ആവശ്യങ്ങൾ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അറിയിക്കും, 20 അറിയിക്കും. ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തരാം കേട്ടോ. ഞാനത് പൂർണ്ണമായിട്ട് വായിച്ചു നോക്കില്ല, ഞാൻ കളക്ട് ചെയ്തിരിക്കണതേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ ഇരുന്ന് വായിച്ചിട്ടൊന്ന് 1-2 രൂപ കൊടുത്ത് ചെയ്യിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ 3 പേരെങ്കിലും നോക്കും. 3 പേര് നോക്കിയിട്ട് മാർക്കിട്ടതിന് ശേഷമേ ബെസ്റ്റ് നിർണ്ണയിക്കൂ. അതുകൊണ്ട് നമുക്ക് അധികം എൻട്രികൾ വന്നിട്ടില്ല വസ്തു. പിന്നെ കുറച്ചുകൂടെ എൻട്രികൾ അയച്ച നമ്മളെ വീണ്ടും പരിഗണിക്കുന്നതാണ്. അതുകൊണ്ട് ഇനിയും എൻട്രികൾ സ്വാഗതം. ഒരു ക്രിസ്മസ് കാലികമായി ഒരു ശ്രീകലയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ കൺക്ലൂഡിങ് പ്രയർ ഇടുന്ന ശ്രീകലയൊക്കെ 2ാമത് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അച്ഛനെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പരിഗണിക്കാന്ന് വിചാരിച്ചാൽ സന്തോഷം. 2-3 അറിയിപ്പുകളാണ്. ജെയ്സൺ ചേട്ടനില്ല, അപ്പൊ അതുകൊണ്ട് ഞാനത് പറയുകയാണ്. ഒന്ന്, നമ്മുടെ റൂമിന്റെ കാര്യം ചിലർ ചോദിച്ചിരുന്നു. നമ്മുടെ ആശീർഭവൻ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആശീർഭവനിൽ AC റൂമുണ്ട്, 1800 രൂപയാണ്. നോൺ AC 900. അങ്ങനെ പറയുന്നുണ്ട്. ആവശ്യമുള്ളവർ ഗ്രൂപ്പുകളിൽ ഇട്ടാൽ നമുക്കത് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് നമ്മൾ ഈ സെന്റ് ആന്റണി സ്കൂൾ. ഒരുപാട് റൂമുകൾ അവിടെ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ. അതുപോലെ തന്നെ ചിലര് ഇതിന്റെ ഒരു ലൊക്കേഷൻ ചോദിച്ചിരുന്നു. നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ്, വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. ബസ്സിലാണെങ്കിൽ നമ്മുടെ KSRTC സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോയിൽ വരണം. വൈറ്റ് ലൈൻ ആണെങ്കിലും നമുക്ക് അവിടുന്ന് മെട്രോയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ MG റോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പൊ ഞാൻ ലൊക്കേഷനും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ തരാം. പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം, 20 അച്ഛൻ പറഞ്ഞ പോലെ 20 കട്ട് ഓഫ് ഡേറ്റ് ആണ്. ഗ്രൂപ്പുകളിൽ പാർട്ടിസിപ്പൻസിന്റെ എണ്ണം നിങ്ങൾ ഗ്രൂപ്പിലെ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഓൾറെഡി ആനിമേറ്റേഴ്സിനോടും കോർഡിനേറ്റേഴ്സും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ബാക്കിയുള്ള ലീഡർഷിപ്പിൽ നിൽക്കുന്ന കുറെ പേര് ഇപ്പൊ ലീഡർഷിപ്പിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ജിഷ റോസ്, ലളിത ജിഷയെ പോലുള്ള ആൾക്കാർ ഗ്രൂപ്പുകളിൽ അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പ്രധാനമായിട്ടും നമുക്ക് ലിസ്റ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കിത് ഫൈനലിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുകൂടെ അറേഞ്ച് ചെയ്യേണ്ടതാണ്. ഇന്നലെയും അഭിലാഷ് അച്ഛനൊക്കെ സംസാരിച്ചിരുന്നു, ഗ്രഹീരി അച്ഛനൊക്കെ സംസാരിച്ചിരുന്നു. അപ്പം ഓരോ ഗ്രൂപ്പുകളിലും പാർട്ടിസിപ്പൻസിന്റെ ലിസ്റ്റ് കൃത്യമായിട്ട് 20 ഇന്ന് 17 അല്ലെങ്കിൽ 16 തീയതി. ഈ 3 ദിവസം കൂടെ ഉള്ളൂ. അപ്പൊ പങ്കെടുക്കുന്നവർ കൃത്യമായിട്ട് ലിസ്റ്റ് തന്നെങ്കിൽ മാത്രമേ നമുക്ക് ഫുഡിന്റെ കാര്യത്തിൽ ക്രമീകരണം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. രാവിലെ 9:30 എത്തുക. 9:30 മുതൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്ന രജിസ്ട്രേഷൻ. 10 മണിക്ക് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഉച്ച കഴിഞ്ഞുള്ള പ്രോഗ്രാം ഉണ്ട്. 2 ബിഷപ്പുമാർ പങ്കെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളുടെ ഒരു ക്രമീകരണം. അപ്പോൾ പ്രധാനമായിട്ടും എല്ലാവരും പങ്കെടുക്കുക. ഈ അസൈൻമെന്റ് ചെയ്ത ആൾക്കാരെങ്കിലും പങ്കെടുക്കണം. എങ്കിലും മാത്രമേ, ഏകദേശം 100 പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ അതിൽ കൂടുതലാണ്. പക്ഷേ അച്ഛൻ എന്തെങ്കിലും പറയാണ്ടോ അച്ഛൻ അതിനെ കുറിച്ച്? നമുക്ക് അന്ന് എല്ലാവർക്കും പരസ്പരം പരിചയപ്പെടാനും ഒന്ന് സംസാരിക്കാൻ അവസരം ഉണ്ടാവും. നമ്മള് കോമൺ സെഷനാണ് വെച്ചിരിക്കുന്നതെങ്കിൽ കൂടി നമ്മളൊരു സെഷൻ ഇപ്പൊ നമ്മൾ 10 മണിക്ക് നമ്മൾ ആരംഭിക്കുമ്പോൾ നമുക്കൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി, ഫിയർ അകറ്റാൻ വേണ്ടിയുള്ള ഒരു നല്ല കഴിവുള്ള ഒരു സാറിനെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലാസ് ഉണ്ട്. പക്ഷെ അതുകൂടാതെ നമുക്ക് ചെറിയ ഗ്രൂപ്പുകളായിട്ട് അതിൽ നിന്ന് പരസ്പരം പരിചയപ്പെടാനും പരസ്പരം അടുത്തറിഞ്ഞ് സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു നല്ല അവസരം ഒരുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കുചേർന്നുള്ള ഇന്ന് ക്ലാസ്സുകളിൽ പങ്കുചേർന്ന എല്ലാവരും ദൈവം വരിക. നിങ്ങൾ കുടുംബസമേതം വന്നാലും കുഴപ്പമില്ല. പക്ഷെ എത്ര പേര് വരുമെന്ന് നിങ്ങൾ അറിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ആഹാര ക്രമീകരണം അതൊക്കെ നടത്താൻ വേണ്ടി ഉള്ളതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാവരും വരിക. നമ്മള് രജിസ്ട്രേഷൻ ഫീസ് ഒന്നും ഇല്ല. ഐ ക്യാൻ കം ഫ്രീലി. ആർക്കെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ തരാൻ കഴിയുമ്പോൾ സന്തോഷം. നമ്മളത് പ്രധാനപ്പെട്ടതല്ല, നിങ്ങളുടെ പങ്കാളിത്തമാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ദൈവം വരണം. നമുക്ക് കാണാം, നമുക്ക് പരസ്പരം സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാം, നല്ല പ്രസംഗങ്ങൾ കേൾക്കാം, പിതാക്കന്മാരെ കാണാം. അപ്പൊ ഒരു 3:30 നമുക്ക് വൈൻഡപ്പ് ചെയ്ത് പോകാൻ കഴിയും. അതുകൊണ്ട് ദൈവം ഈ 10 മണി മുതൽ 3:30 അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട സമയക്രമം. ഈ സമയത്ത് എത്താൻ വേണ്ടി പരിശ്രമിക്കാം. നിങ്ങൾ എവിടെ നിന്ന് പോയാലും രാവിലെ 9 മണിക്ക് വരുന്ന ട്രെയിനുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ വന്നാൽ മതി. ഇനി വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മുഖം വാഷ് ചെയ്യാനും മറ്റൊക്കെ ആണെങ്കിലും നമുക്ക് അവിടെ തന്നെ സിസ്റ്ററിന്റെ അടുത്ത് അറേഞ്ച് ചെയ്യിക്കാം. ഈ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആണ് അവിടുത്തെ കോൺവെന്റ്, സെന്റ് ആന്റണീസ് കോൺവെന്റ്. അവരുടെ CSST സിസ്റ്റേഴ്സിന്റെ കോൺവെന്റ് ആണ്. അവരുടേതാണ് ഈ സ്കൂളും കെട്ടിടമൊക്കെ. അവരാണ് നമുക്ക് സൗജന്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ആ സിസ്റ്റർ എന്റെ ഒരു ബന്ധുവാണ്. അപ്പൊ സിസ്റ്റർ പരമാവധി നമ്മളെ സഹായിക്കും.
അവിടെ ഞങ്ങൾ രാവിലെ ഉണ്ടാകും. നിങ്ങൾ ആരെങ്കിലും നേരത്തെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്യാം. ദൈവം എല്ലാവരും വരാൻ ശ്രമിക്കും. നമുക്ക് അടുത്ത ആഴ്ച ഒറ്റയ്ക്കല്ലാതെ ഇടക്ക് ഫാമിലി ആയിട്ട് വന്നാലും കുഴപ്പമില്ലല്ലോ അച്ഛാ? ഇല്ല, പക്ഷെ അറിയിക്കണം. നമ്മൾ എത്ര പേരും അല്ലെങ്കിൽ നമുക്ക് ക്രമീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദൈവീയത നിങ്ങൾ എത്ര വരെ വന്നാലും കുഴപ്പമില്ല. ഇതിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് വരാം, പക്ഷെ ഞങ്ങൾ അറിയിക്കുക എന്റെ കെയർ ഓഫിൽ എത്ര പേര് വരുന്നു. അപ്പൊ നമുക്ക് പിന്നെ അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാൻ, സീറ്റിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാൻ, പ്രത്യേകിച്ച് ഫുഡിന്റെ പ്രശ്നമാണ് ഉച്ചയ്ക്ക്. അപ്പൊ അതിന് ക്രമീകരിക്കാൻ വേണ്ടി, അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ അറിയിക്കും. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, ഏതായാലും അടുത്ത വെള്ളിയാഴ്ചയാണ് ലാസ്റ്റ് ക്ലാസ്. അടുത്ത വെള്ളിയാഴ്ച എല്ലാവരും കയറുക. അടുത്ത വെള്ളിയാഴ്ച കൂടുതൽ ഒരു കൺക്ലൂഡിംഗ് സെഷനാണ്. അപ്പൊ ഞാൻ ചില ഈ നേതൃത്വത്തിന്റെ മാതൃകകൾ അവതരിപ്പിക്കും. ചില എങ്ങനെയാണ് നേതാക്കളായിട്ട് വളർന്നു വന്നതിന് ചില മാതൃകകൾ അവതരിപ്പിക്കും. അതോടുകൂടി നമ്മുടെ ക്ലാസ്സുകൾ തീരും ഈ ഒരു സെഷൻ. പിന്നെ നമ്മൾ എങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത വന്നിട്ടുള്ളത് ഇതാണ്. നമ്മൾ മാസത്തിലൊരിക്കലായിരിക്കും ഈ ഗ്രൂപ്പിന്റെ കൂടുതൽ നമ്മൾ പിന്നെ അടുത്ത സെഷൻ കണ്ടിന്യൂ ചെയ്യും, പുതിയ ഗ്രൂപ്പുകൾ വിളിച്ചോണ്ട്. അപ്പൊ ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ എങ്ങനെ നിലനിർത്താൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് എല്ലാവരും വരാൻ പറഞ്ഞത്. അപ്പൊ ഒന്ന് കാണാനും പിന്നെ നമുക്ക് കൂടുതൽ സൗഹൃദത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ അതിനുവേണ്ടി മാസത്തിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു ഓൺലൈൻ റിഫ്രഷ്മെന്റ് കോഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഡേറ്റ് ഒക്കെ നമുക്ക് 26-ാം തീയതി അനൗൺസ് ചെയ്യുന്ന. അപ്പൊ നമ്മള് 100 പേരടങ്ങുന്ന ഗ്രൂപ്പ് എങ്കിലും, ഇപ്പൊ നമുക്ക് 334 രജിസ്ട്രേഷൻ ഉള്ളത്. പക്ഷേ ഈ 100 പേരെങ്കിലും നമ്മൾ ഈ ഒരു കൂട്ടായ്മയിൽ തുടർച്ചയായിട്ട് വരാൻ പറ്റിയാൽ സന്തോഷമായിരിക്കും. അതുകൊണ്ടാണ് എല്ലാവരും നിർബന്ധമായിട്ട് എത്തിച്ചേരണം എന്ന് അപേക്ഷിക്കുന്നത്. ഓക്കെ, തലേ ദിവസം ഞങ്ങൾ കുറച്ച് പേരുണ്ടാകും അച്ഛാ. ഒരു 4 മണി വല്ല ഒന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തുള്ളവർ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് അച്ഛനോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. അത് ഗ്രൂപ്പുകളിൽ അറിയിക്കാം. തലേ ദിവസം അടുത്തുള്ളവർ വന്നാൽ നമുക്കൊന്ന് ബാക്കി കാര്യങ്ങളെ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു. അസൈൻമെന്റ് ഉണ്ടോന്ന് ചോദിക്കുന്നു. ഇനി അസൈൻമെന്റ് ഞാൻ നമ്മൾ പറഞ്ഞ 10 അസൈൻമെന്റ് ആണ്. 10 അസൈൻമെന്റ് തന്നു കഴിഞ്ഞു. പിന്നെ ഇനി കൂടുതൽ കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം. നിങ്ങൾ യു മേക്ക് യുവർ ഓൺ അസസ്മെന്റ്. ഒരു നല്ല നേതാവാകുന്നതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ തന്നെ പ്രവർത്തനം. അപ്പൊ നിങ്ങൾ ഒരു കഴിയുന്നതും നിങ്ങളുടെ തന്നെ ഗ്രൂപ്പുകളിൽ നല്ല നേതാവാകാൻ നിങ്ങൾ കണ്ടെത്തുന്ന പ്രതിബന്ധങ്ങൾ എന്താണ്? ഞാൻ ഒരു നല്ല നേതാവാകാൻ എന്നിൽ തന്നെ പ്രതിബന്ധങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അത് പരിഹരിക്കാൻ വേണ്ടി തീരുമാനിക്കുക. അതായിരിക്കും നല്ലത്. ഞാൻ നല്ല ഒരു നേതാവാണോ? ഞാൻ ഒരു നല്ല നേതാവാകാൻ കഴിയാത്തത് എന്തുകൊണ്ട്? എനിക്ക് എങ്ങനെ ഒരു നല്ല നേതാവാൻ കഴിയും? ഈ രീതിയിലൊരു ആത്മപരിശോധനയും കണ്ടെത്തലും നടത്തുന്നതായിരിക്കും നല്ലത്. അപ്പൊ അതിന് സ്വന്തമായിട്ട് നമ്മുടെ തന്നെ വളർച്ചയ്ക്ക് വേണ്ടി അപ്പൊ ഞാനൊരു നല്ല നേതാവാണോ? ഞാൻ എന്നെ എങ്ങനെയാണ് വിലയിരുത്തുന്ന നേതാവെന്ന്? ഞാൻ നല്ലൊരു നേതാവാണ്. എനിക്ക് നല്ല നേതാവാകാനുള്ള തടസ്സങ്ങൾ എന്താണ്? എങ്ങനെ എനിക്ക് നല്ല നേതാവാകാൻ കഴിയും? ഇങ്ങനെയുള്ള ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തിയിട്ട് സെൽഫ് പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിന് പൂർണ്ണ ഉത്തരവാദി. അപ്പൊ എന്റെ ജീവിതത്തിൽ ഉത്തരവാദി ഞാനാണ്. ഉത്തരവാദി എന്ന വാക്കിന്റെ അർത്ഥം അറിയാലോ. ഉത്തരം നൽകുവാൻ വാദിക്കാൻ കഴിയുന്നവൻ. എന്റെ ജീവിതത്തിൽ ഉത്തരവാദം നൽകാൻ കഴിയുന്നവനാണ് ഉത്തരവാദി. അപ്പൊ ഐ ആം റെസ്പോൺസിബിൾ, ഐ ആം ഉത്തരവാദി. എന്റെ ജീവിതത്തിന് നേതാവാകാൻ വേണ്ടി ഉത്തരവാദി ഞാനാണ്. ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു. എന്താണ് എന്റെ കുറവുകൾ? എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും? ഇതാണ് അസൈൻമെന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാനൊരു നേതാവാണെന്ന് ഞാൻ തന്നെ എങ്ങനെ വിലയിരുത്തുന്നു? ആ നേതാവാകാനുള്ള തടസ്സങ്ങൾ എന്നിൽ എന്തൊക്കെയാ ഉള്ളത്? എങ്ങനെ എനിക്ക് മെച്ചപ്പെട്ടൊരു നേതാവാകാം? ഈ ഒരു ആത്മപരിശോധനയും ഇങ്ങനെ ഒരു ആസൂത്രണവും നിങ്ങളുടെ ഓരോരുത്തരും ചെയ്ത് നടത്തുക. അതാണ് ഈ അസൈൻമെന്റ്. ഓക്കെ, നമ്മുടെ MC. ഹലോ, അടുത്ത അസൈൻമെന്റ് സെൽഫ് ഇവാലുവേഷൻ. ഞാൻ നല്ലൊരു നേതാവാണോ എന്നുള്ള ഒരു അസൈൻമെന്റ് ആണ് ലഹരിച്ചിരി ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ളത്. അത് ഗ്രൂപ്പുകളും അത് പ്രസന്റ് ചെയ്യുക. വളരെയേറെ തിരക്കുള്ള അച്ഛൻ നമ്മുടെ കൂടെ ആയിരിക്കുകയും ഇത്രയും നേരം നമുക്ക് പരിശീലനം നൽകുകയും ചെയ്തതിന് വളരെ നന്ദി അറിയിക്കുന്നു അച്ഛാ. ആരോ സംശയം തുടങ്ങി. ഒരു മിനിറ്റ്, ആരോട് സംസാരിച്ചു തുടങ്ങിയത്? എന്തോ രണ്ടുപേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അവസരം കൊടുക്കാം. ആരായിരുന്നത്? എനിക്ക് അച്ഛൻ പറഞ്ഞൊരു കാര്യത്തിൽ ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞത് മാറുമറയ്ക്കാനൊക്കെ നമ്മുടെ സമുദായത്തിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ മനു എസ് പിള്ളയെ പോലുള്ള ചരിത്രകാരന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് ക്രിസ്ത്യാനികളായവർക്ക് ചട്ട ഇടുന്നതിന് തടസ്സം ഉണ്ടായിരുന്നില്ല, മറിച്ച് തോളത്തോടെ അധികാരത്തിന്റെ ഒരു ചിഹ്നമായിട്ടുള്ള ഒരു ഷോൾ ഇടുന്നതിനാണ് തടസ്സം എന്നുള്ളതാണ്. അത് പോലെ ഇപ്പോ ഉമയമ്മ റാണിയുടെ ഒക്കെ ചിത്രങ്ങളിലും വിക്കിപീഡിയയിൽ കാണുമ്പോൾ അതിൽ താഴെ ഡച്ച് ചരിത്രകാരന്മാർ എഴുതിയ രേഖകളിലും
അവര് മാറിലൊരു ഇതിട്ടിട്ടുണ്ട്, വല്ലാതെ മറച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഇത് ക്രിസ്ത്യാനികളായ ശേഷമാണോ അതിന് മുൻപാണോ ഈ മാറുമറയ്ക്കാനുള്ള അനുമതി ഇല്ലാതിരുന്നത്? അത് പിന്നോക്ക വിഭാഗപ്പെട്ടവർക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിലും പല സമയങ്ങളിലും ക്രിസ്ത്യാനികളായവരാണ്. അപ്പൊ ഈ സീറോ മലബാർ സഭയിലെ ആളുകൾ വിശ്വസിക്കുന്നതും അവരവകാശപ്പെടുന്നതും ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. നമ്മള് കാലക്രമേണ 13 നൂറ്റാണ്ട് മുതൽ തന്നെ ലത്തീൻ സമുദായക്കാരുണ്ടായി എന്നാണ് നമ്മൾ കൊല്ലം കേന്ദ്രമായിട്ടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ക്രിസ്ത്യാനികൾ എന്ന രീതിയിലല്ല ഞാൻ പറഞ്ഞത്, പൊതുവെ അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അങ്ങനെയായിരുന്നു. അപ്പൊ അവർ ക്രിസ്ത്യാനികളാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ക്രിസ്ത്യാനികള് സ്വാഭാവികമായിട്ടും എന്നുള്ള ഐഡന്റിറ്റി വരുന്നത് കുറെ കഴിഞ്ഞാണെങ്കിലും അവിടെ ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ പലയിടത്തും ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. നിയമം കേന്ദ്രമാക്കി നല്ലൊരു മിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പലതരത്തിലും കൊല്ലപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തു. ഇപ്പൊ ആ സ്ഥലത്ത് പള്ളി പോലും ഇല്ല. അതുപോലെ കൊല്ലം കേന്ദ്രമായിട്ട് 14 നൂറ്റാണ്ട് മുതലേ സഭാ സമൂഹങ്ങളിൽ അവിടെ ആയിട്ട് ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ പല രീതിയിലും അന്നത്തെ നാട്ടുരാജാക്കന്മാരൊന്നും അംഗീകരിക്കുകയോ അവരെ നിലനിർത്തുകയോ ചെയ്തില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ സഭയുടെ വഴിയിൽ. അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യാനികൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവര് ക്രിസ്ത്യാനികളുമായിരുന്നു, എന്നാൽ അല്ലാത്തവരുണ്ടായിരുന്നു. എല്ലാ പിന്നോക്കത്തിലുള്ള എല്ലാവർക്കും അങ്ങനെ ഒരു പ്രശ്നം ബാധകമായിരുന്നു. വിവിധ രീതിയിലാണ് ഈ പറഞ്ഞ പോലെ. ചിലർക്ക് ഒരു വസ്ത്രം മാത്രം ഉപയോഗിക്കാം, മറ്റുള്ളവർക്ക്. പക്ഷേ കൂടുതലും തെക്കൻ പ്രദേശത്താണ് ഈ പ്രശ്നം അതിരൂക്ഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്നതായിട്ട് കാണും. ചരിത്രത്തിന്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ടല്ലോ, അത് ആരെയും പറഞ്ഞു. പൊതുവായിട്ട് ഞാൻ പറഞ്ഞൊന്ന് മാത്രമേ. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളുടെ ഗ്രൂപ്പില് ഞാൻ 3-ാം ഗ്രൂപ്പിലാണ്. ഞങ്ങൾ 12 പേര് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എറണാകുളം നോർത്തിൽ വന്ന് ഇറങ്ങിയാൽ എത്ര മിനിറ്റ് കൊണ്ട് നോക്കി പറഞ്ഞ സ്ഥലത്തെത്താൻ പറ്റും ബസ്സിൽ കയറിയ? നോർത്തിൽ നിന്ന് നടക്കാവുന്ന ദൂരേ ഉള്ളൂ. വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. ബസ് കയറണ്ട. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടക്കാവുന്ന ദൂരേ ഉള്ളൂ. അടുത്ത്. സൗത്ത് ആയാലോ? സൗത്ത് ആയാലും അവിടുന്ന് ഓട്ടോയ്ക്ക് വരുന്നതാണ് നല്ലത്. ബസ് ഉണ്ടാവില്ല. സൗത്തിന് അവിടുന്ന് നടക്കാവുന്ന ദൂരേ ഉള്ളൂ. എന്നാലും 10 മിനിറ്റ് 15 മിനിറ്റ് എടുക്കും. പക്ഷെ ഓട്ടോയിലാണെങ്കിൽ 5 മിനിറ്റ് വേണ്ട. ഓക്കെ. ഞങ്ങള് 3-ാം ഗ്രൂപ്പിൽ 12 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതുവരെ. 12 പേര്. 3-ാം ഗ്രൂപ്പ് 12 പേര്. അല്ലെ മെട്രോയിലൊന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് സൗത്തിലെന്ന് മെട്രോ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങിവിടെ. MG റോഡ് ഇറങ്ങണം. MG റോഡ് ഇറങ്ങിയിട്ട് നടക്കണം. ലൊക്കേഷൻ കിട്ടുന്ന മതി. ലൊക്കേഷൻ കിട്ടുന്ന മതി. ഞാൻ ഇട്ടുതരാം. ഓക്കെ, താങ്ക് യു. കൺക്ലൂഡ് ചെയ്യാം. അതെ, നല്ലൊരു ക്ലാസ്സായിരുന്നു. കൃത്യമായി മറുപടി തന്ന അച്ഛന് നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് കൺക്ലൂഡിംഗ് സ്പീച്ചാണ്. മറ്റേ നമ്മുടെ ജെയ്സൺ ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല, കൺക്ലൂഡിംഗ് സ്പീച്ച് ഇല്ല. നമ്മൾ അടുത്ത ക്ലോസിംഗ് സെഷനിലേക്ക് പോകാം. എത്രയായില്ലേ? അടുത്തതായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് നന്ദി പറയുന്നതിലേക്കായിട്ട് മരിയ റോസ് ആയിരുന്നു വോട്ട് ഓഫ് താങ്ക്സ്. മരിയ റോസ്. സോറി, മരിയ നന്ദി പറയുന്നതിലേക്കായിട്ട് മരിയ റോസിനെ ക്ഷണിച്ചോളുന്നു. പേപ്പർ മാറിപ്പോയി. ഓക്കെ, താങ്ക് യു റോഡ്രിക്സ്. നന്ദി അർപ്പിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം. അധികം ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ലീഡർഷിപ്പ് ട്രെയിനിങ് നൽകിയ ബഹുമാനപ്പെട്ട ശ്രീ ഗ്രിഗറി അച്ഛന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. പിന്നെ ആദമുള്ളി സാർ ഉണ്ടായില്ല, എന്നാലും അദ്ദേഹത്തെ ഓർക്കുന്നു. പിന്നെ മാസ്റ്റർ ഓഫ് സെറിമണി നയിച്ച ലളിത റോഡ്രിക്സ്, സ്വാഗതം ആശംസിച്ച ടെൽമ, ഓപ്പണിംഗ് പ്രെയർ ആലപിച്ച ശ്രീമതി ജിഷ റോസ് എന്നിവർക്കും ഏറെ സന്തോഷത്തോടെ നന്ദി അർപ്പിക്കുന്നു. പിന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പിന്നെ ഈ സമയം ഈ ക്ലാസ് ഇത്രയും സശ്രദ്ധം കേട്ടിരുന്ന എല്ലാ അംഗങ്ങൾക്കും വളരെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. സ്നേഹം നിറഞ്ഞ നന്ദി അർപ്പിച്ച മരിയ റോസിന് വളരെ നന്ദി. അടുത്തതായിട്ട് നമ്മുടെ സമാപന പ്രാർത്ഥനയാണ്. ഇതിലേക്ക് സ്ത്രീകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹസ്വരൂപനായ ദൈവമേ, ഞങ്ങളെ ഈ പരിശീലന ക്ലാസ്സിൽ അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങളുടെ ലത്തീൻ സമുദായത്തിന്റെ ഉന്നമനത്തിനായി
KRLCBCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പരിശീലന പരിപാടിയിലേക്ക് അക്ഷീണം പ്രവർത്തിക്കുന്ന എല്ലാ ആനിമേറ്റേഴ്സിനെയും കോർഡിനേറ്റേഴ്സിനെയും അങ്ങ് സ്നേഹപൂർവ്വം കടാക്ഷിക്കണമേ. ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് ക്ലാസ് നയിച്ച ഗൃഹറി അച്ഛനെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. സ്നേഹനാഥ, അങ്ങയുടെ അഭിഷേകം കൂടുതൽ അച്ഛനിലേക്ക് ഒഴുക്കണമേ. ഇന്ന് ഞങ്ങൾ ഇവിടെ ശ്രവിച്ച 7 നേതൃത്വ ഗുണങ്ങൾ അനുസരിച്ച് ഞങ്ങൾ ജീവിച്ച് ഞങ്ങൾ ഭാവിയിലെ ഞങ്ങളുടെ സമൂഹത്തിന്റെ മുതൽക്കൂട്ടായി മാറുന്നതിനും ഞങ്ങൾ നല്ല നേതാക്കളായി വളർന്നു വരുന്നതിനും അങ്ങ് ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ. ഈ നേതൃത്വ പരിശീലന പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന ജെയ്സൺ സാറിനെയും ജൂലിയൻ സാറിനെയും അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ. ആമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ എന്നും വഴികാട്ടിയായിരിക്കണമേ. അമ്മ എന്നും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. Okay, thank you. Good night, everyone. Good night. Thank you all. Okay, thank you. Thank you. Thank you.